السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خير خلق الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما يفتح الله للناس من رحمة فلا ممسك لها وما يمسك فلا مرسل له فلا مرسل له من بعده وهو العزيز الحكيم. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. المانع سبحانه. അള്ളാഹുവിൻ്റെ ഇസ്മുകളുമായുള്ള ചർച്ചയിലെ 77-ാമത്തെ ഇസ്മാണ് അൽമാനിഉ സുബ്ഹാന. അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകുന്നവനാണ്, അല്ലെങ്കിൽ അള്ളാഹു തടഞ്ഞു വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഇടപെടുന്നവനാണ് എന്നാണ് അതിനർത്ഥം. അപ്പോൾ തടയുന്നവനാണ് എന്ന് അർത്ഥം പറയുമ്പോൾ മലയാളത്തിൽ ഭാഷയുടെ ചില പരിമിതികളുണ്ടല്ലോ. അപ്പോൾ അള്ളാഹു തടഞ്ഞു വെക്കുന്നവനാണ്, അള്ളാഹു തരുന്നവനല്ല എന്ന് തോന്നിപ്പോവരുത്. മൻഉഹു ഐനുൽ അതാ. അള്ളാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കുന്നത് അതുതന്നെയാണ് അള്ളാഹുവിൻ്റെ നൽകൽ എന്ന് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയുടെ ഹികമിൽ കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴി അത് വിശദീകരിക്കാം. മാനി എന്ന് പറഞ്ഞാൽ അല്ലദി യംനഉക മിൻ കുല്ലി മാ യുദിക്. നിങ്ങൾക്ക് പ്രയാസമുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നവനാണ്. ഹാഫിള് എന്ന അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ഹഫീദ് എന്ന ഇസ്മുമായി ബന്ധപ്പെട്ട ഒരു ആശയം ഈ മാനിഅനുണ്ട്. ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. മനുഷ്യർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പിറകിലും വശങ്ങളിലുമായി അള്ളാഹുവിൻ്റെ മലക്കുകളെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. ആ മലക്കുകളുടെ ജോലി തന്നെ മനുഷ്യർക്ക് സംരക്ഷണം കൊടുക്കലാണ്. നമ്മൾ വൾനറബിൾ, നമ്മൾ ഒരുപാട് അപകടങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ളവരാണ്. അള്ളാഹുവിൻ്റെ വലിയൊരു സഹായം നമുക്ക് അള്ളാഹു നൽകുന്നുണ്ട് എന്ന് റബ്ബ് തആല ശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നു. ഹഫളത്തിൻ്റെ മലക്കുകൾ, മനുഷ്യന് സംരക്ഷണം നൽകുന്ന മലക്കുകളുണ്ട്. അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നൽകുന്ന സംരക്ഷണം, പരാജയങ്ങളുടെ അസ്ബാബുകളിൽ നിന്ന് അള്ളാഹു നൽകുന്ന സംരക്ഷണം അള്ളാഹുവിൻ്റെ വലിയൊരു തീരുമാനമാണ്. യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. അതുമാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിച്ചു. അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നവനാണ്. ഒരു അപകടം, ഒരു അത്യാഹിതം, ഒരു പ്രയാസം, ഒരു ബലാ, ഒരു മുസീബത്ത് സംഭവിക്കാതെ അള്ളാഹു എന്നെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് ഒരു അബ്ദ്, ഒരടിമ മനസ്സിലാക്കുമ്പോൾ ആ അടിമക്ക് മനുഷ്യന് തോന്നുന്ന ഹൃദയത്തിൻ്റെ ഒരു ശാന്തതയും സമാധാനവുമുണ്ട്. അത് വിശദീകരിക്കാൻ പറ്റൂല. അള്ളാഹു മാനിആൻ. എന്തൊക്കെ സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നു. സംരക്ഷണം അർഹിക്കുന്ന ആൾക്കാരുണ്ട്, സംരക്ഷണം അർഹിക്കാത്തവരുണ്ട്. സംരക്ഷണം അർഹിക്കാത്തവർക്ക് അള്ളാഹു അത് തുറന്നുവിടും. അവർക്ക് പരീക്ഷണങ്ങൾ അവരുടെ മീതെ വന്നുകൊണ്ടിരിക്കും.
എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകണമെന്ന് റബ്ബ് തീരുമാനിച്ചിരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഏത് വിധേനയും അവരെ സംരക്ഷിച്ചിരിക്കും. അതാണ് അൽ മാനിഉ സുബ്ഹാന. ഒരുപാട് ഉദാഹരണങ്ങൾ അതിനെ സംബന്ധിച്ച് കാണാൻ പറ്റും. ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കാനായിട്ടുണ്ട്. പൊട്ടിത്തെറിച്ചാൽ വലിയൊരു അപകടം അവിടെ സംഭവിക്കും. കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ഈ ഉമ്മാക്ക് അറിയുന്നില്ല ഈ സാധനം പൊട്ടാനായിട്ടുണ്ട് എന്ന്. അപ്പോൾ ആരോ വാതിൽക്ക് ബെല്ലടിക്കുന്നു. വാതിൽ തുറക്കാൻ വേണ്ടി ഓടിച്ചു നോക്കുമ്പോൾ അവിടെ ആരും വന്നിട്ടില്ല. നോക്കുമ്പോൾ ഏതോ കുട്ടികൾ വന്ന് ബെല്ലടിച്ച് കളിപ്പിച്ചു പോയതാണ്. അതിനിടയ്ക്ക് ഇത് പൊട്ടിത്തെറിച്ചു. കിച്ചണിലെ ആളില്ല. ആ ഉമ്മയെ അള്ളാഹു സംരക്ഷിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊച്ചു കുട്ടിയെ കൊണ്ടൊരു കളിപ്പിക്കൽ നടത്തി. ആ കുട്ടി വെറുതെ ഒന്ന് ബെല്ലടിച്ച് കളിപ്പിച്ചു. അള്ളാഹു മാനിആൻ എന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ്. ഇത് സംഭവിച്ചൊരു സംഭവമാണ്. അള്ളാഹു മാനിആൻ, റബ്ബ് തആല അള്ളാഹു ഒരു ഹലാക്ക് സംഭവിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ റബ്ബ് തആല സംരക്ഷിച്ചു നിർത്തുന്നവനാണ്. അങ്ങനെ റബ്ബ് മറ്റു സബബുകളിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തും. ആ അപകടം നടക്കണമെങ്കിൽ ആ ആൾ അവിടെ ഉണ്ടാവണം. അപ്പോഴേക്കും പെട്ടെന്ന് എന്തെങ്കിലും പെട്ടെന്നൊരു സാധനം വാങ്ങിക്കാൻ പുറത്തേക്ക് പോകണമെന്ന് തോന്നുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആ സമയത്ത് വീട്ടിലെന്തെങ്കിലും സംഭവിക്കുന്നു. ജോലിസ്ഥലത്ത് എന്തെങ്കിലും സംഭവിക്കുന്നു, പെട്ടെന്ന് തോന്നുന്നു പുറത്തു പോകണം, എന്തെങ്കിലും സാധനം വാങ്ങിക്കണം. ആ നേരത്ത് തോന്നുന്നു പുറത്തു പോകുന്നു, ആ ഇടയ്ക്ക് അപകടം സംഭവിക്കുന്നു. ഈ ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അപകടം സംഭവിക്കണമെന്ന് തീരുമാനിച്ചില്ല. അതുകൊണ്ട് അവർക്ക് അള്ളാഹു തആല ആ ബല ഒരിക്കലും അവിടെ നടത്തുന്നില്ല. അള്ളാഹു അങ്ങനെ സംരക്ഷണം നടത്തുന്നവനാണ്. അങ്ങനെ റബ്ബ് തടഞ്ഞു വെക്കുകയാണ്. ഒരു മനുഷ്യനെ ബലായിൽ നിന്ന് തടഞ്ഞു വെക്കുന്നവനാണ്. ആ അർത്ഥത്തിലാണ് തടയുന്നവനായ അള്ളാഹു എന്ന് പറയാം. അത് മോശമായ അർത്ഥത്തിലല്ല. അത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനെ ഒരു സംരക്ഷണം പടച്ചതമ്പുരാനെ ഭയപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അള്ളാഹു നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഈ സംരക്ഷണം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യണം. എന്നെ റബ്ബ് സംരക്ഷിക്കും. ഒരു പ്രയാസം വരുന്നു എന്ന് ചിന്തിക്കുന്നതൊരു പ്രയാസമാണ്. തവക്കുഉൽ മുസീബത്തി മുസീബത്തുൻ എന്ന് പറയും. ഒരു മുസീബത്തിനെ പ്രതീക്ഷിക്കുന്നത് തന്നെ ഒരു മുസീബത്താണ്. ഒരു ഉദാഹരണം പറയും. ഒരു പുതിയ വാഹനത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നു സങ്കല്പിക്കുക. അപ്പോൾ കാര്യമായ വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് നിങ്ങൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും. ഒരു പഴയ വാഹനം വഴി നിങ്ങൾ യാത്ര ചെയ്യാണ്. നിങ്ങൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും, പക്ഷേ എത്തുന്നവരെ ടെൻഷനായിരിക്കും. ഇത് എത്തുമോ, ഇത് വഴിക്ക് പ്രശ്നമാവോ, ഇത് ബ്രേക്ക് ഡൗൺ ആയിപ്പോകുമോ, എന്തെങ്കിലും അപകടം സംഭവിക്കുമോ, ഇത് വണ്ടി അങ്ങ് സ്റ്റോപ്പായി പോവുമോ. ആ ഒരു ചിന്ത തന്നെ ഒരു തരം ബല ആണ്. അതൊരു മുസീബത്താണ്. മുസീബത്ത് സംഭവിക്കുമോ എന്ന് പ്രതീക്ഷിക്കുന്നത് വേറെ മുസീബത്താണ്, അല്ലേ? സ്വാഭാവികമായിട്ട് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിരാശപ്പെടേണ്ട അല്ലെങ്കിൽ വ്യാകുലപ്പെടേണ്ട ഒരവസ്ഥയില്ല. അല്ലാഹു അൽ മാനിഉ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നമ്മൾ വാഹനം കയറുമ്പോൾ ചൊല്ലുന്ന ദിക്റാണത്. അല്ലാഹുവേ, നീ പരിശുദ്ധനാണ് റബ്ബേ. സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. പടച്ചവനെ, നീയാണല്ലോ എനിക്കിതിനെ കീഴ്പ്പെടുത്തി തന്നത്. ഇത് നീ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ വാഹനം എനിക്ക് ഒതുങ്ങിയില്ലായിരുന്നു പടച്ചവനെ. വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇത് കഴിഞ്ഞവർ അള്ളാഹുലേക്ക് തവക്കുലാക്ക്. അസ്ബാബുകൾ നമ്മൾ ചെയ്യേണ്ടതാണ്, അത് വേറെ വിഷയം. പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന മുസീബത്ത് റബ്ബ് ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ നടക്കുന്നുള്ളൂ. മുഅ്മിനീങ്ങളായ ആളുകളെ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളെ, റബ്ബിൻ്റെ മഹ്ബൂബുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിഫ്ള് കൊണ്ട് സംരക്ഷണം നൽകി അള്ളാഹു മുസീബത്തുകളുടെ കാരണങ്ങളിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുന്നവനാണ്. അതാണ് അൽ മാനിഉ സുബ്ഹാന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ ദൂനിഹി ഫകീദൂനി ജമീഅൻ സുമ്മ ലാ തുൻദിറൂൻ. സയ്യിദുനാ ഹൂദ് അലൈഹിസ്സലാം
സ്വന്തം സമൂഹത്തോട് സംസാരിക്കാൻ. ഹൂദ് അലൈഹിസ്സലാം ദഅവത്ത് ചെയ്തത് എംറ്റി ക്വാർട്ടറിലാണ്. എംറ്റി ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ UAE-യുടെ സൗത്ത് ഭാഗത്തേക്ക്, സൗദി അറേബ്യയുടെ ഭാഗത്തേക്ക് പോകുന്ന ആ മരുഭൂമിക്കാണ് എംറ്റി ക്വാർട്ടർ എന്ന് പറയാം. റുബുൽ ഖാലി എന്ന് പറയും. അവിടെ വലിയൊരു സമൂഹം ജീവിച്ചു പോയിട്ടുണ്ട്. ആ സമൂഹത്തിൻ്റെ സെറ്റിൽമെൻറ്റുകളൊക്കെ ഭൂമിക്കടിയിലാണ്, മണ്ണിൽ വന്ന് മൂടിപ്പോയിരിക്കുകയാണ്. അതേ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സയ്യിദന ഹൂദ് അലൈഹിസ്സലാം അവിടെയാണ് വന്നത്, എംറ്റി ക്വാർട്ടറിൽ. എംറ്റിയാണ്, അവിടെ ഒന്നുമില്ല. ജീവിക്കാൻ, സർവൈവ് ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ള ലോകത്തെ വൺ ഓഫ് ദ ഡേഞ്ചറസ് ഡെസേർട്സ് ഓഫ് ദ വേൾഡ്, അത്രയും പ്രയാസമുള്ള ഒരു മരുഭൂമിയാണ് എംറ്റി ക്വാർട്ടർ. അത് കഴിഞ്ഞാൽ പിന്നെ നഫൂദ് മരുഭൂമി. ഹൂദ് അലൈഹിസ്സലാം ആദ് സമൂഹത്തിലേക്ക് വന്ന നബിയാണ്. മഹാനവറുകൾ അവരുടെ സമൂഹത്തോട് പറയാം. സൂറത്ത് ഹൂദിൽ അല്ലാഹു പറയും, മിൻ ദൂനിഹി ഫകീദൂനി ജമീഅൻ സുമ്മ ലാ തുൻദിറൂൻ ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബികും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. എൻ്റെ റബ്ബ് എൻ്റെ കൂടെയാണ്. ആ റബ്ബിനെ മാറ്റി നിർത്തി നിങ്ങളെല്ലാവരും എനിക്കെതിരെ കുതന്ത്രങ്ങൾ ഒന്ന് മെനഞ്ഞേക്കുക. ഫകീദൂനി ജമീഅൻ, നിങ്ങളെല്ലാവരും കൂടിയിട്ട് നിങ്ങളുടെ പ്ലോട്ട്സ്, നിങ്ങളുടെ തന്ത്രം എന്താണോ ആ തന്ത്രവുമായി നിങ്ങൾ വരിക. സുമ്മ ലാ തുൻദിറൂൻ, നിങ്ങളുടെ പ്ലാനുകൾ പെട്ടെന്ന് നടപ്പാക്കിക്കോളൂ. പിന്നെ ഒട്ടും നിങ്ങൾ കാത്തുവെക്കരുത്. നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം, നിങ്ങളൊന്ന് നോക്കിൻ. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബികും, ഞാൻ എൻ്റെ വിഷയങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആരാണ് അല്ലാഹു? റബ്ബി വറബ്ബികും, എൻ്റെയും നിങ്ങളുടെയും ഉടമസ്ഥനായ അള്ളാഹുവിനെ ഞാൻ എൻ്റെ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളൊന്ന് ചെയ്യിൻ. ഞാൻ എൻ്റെ കാര്യം അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ, ഏതൊരു ജീവിയുടെയും മൂർധാവിൽ അള്ളാഹു പിടിച്ചിരിക്കുകയാണ്. അപ്പം മൂർധാവിന് പിടിച്ചാൽ, മൃഗങ്ങളുടെ കൊമ്പിന് പിടിച്ചാൽ പിന്നെ അവറ്റകൾക്ക് ഇളകാൻ കഴിയില്ല. മൂർധാവിന് പിടിക്കുക എന്നാ പറയാം. നരകത്തിലേക്കൊക്കെ അള്ളാഹുവിൻ്റെ മലക്കുകൾ നാസുയത്തിൻ കാദിബത്തിൻ ഖാതിഅ, മനുഷ്യൻ്റെ മൂർധാവിന് പിടിച്ചുകൊണ്ടാണ് നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. ചില ആളുകൾ അങ്ങനെയാണ് അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ശുദ്ധ ഖുർആൻ തന്നെ പറയാൻ. ഇവിടെ അങ്ങ് പിടിച്ചിരിക്കുകയാണ്. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ, ഏതൊരു ജീവിയുടെയും മൂർധാവ് എന്ന് പറഞ്ഞാൽ ഏതൊരു ജീവിയുടെയും കൺട്രോൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അത് ജിന്നാണെങ്കിലും ശൈത്താനാണെങ്കിലും ജീവികളാണെങ്കിലും മനുഷ്യരാണെങ്കിലും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എൻ്റെ രക്ഷിതാവായ അള്ളാഹു വളരെ ഋജുവായ നീതിയുടെയും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പന്ഥാവിലാണ്. എൻ്റെ റബ്ബിൻ്റെ ഇടപെടൽ, അള്ളാഹു നേർവഴിയിലാണ്. ആ റബ്ബിനെയാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ റബ്ബ് എല്ലാറ്റിനെയും കൺട്രോൾ ചെയ്യാൻ. എൻ്റെ റബ്ബിന് നിങ്ങളെയും നിങ്ങളുടെ ആലൈസ്, ആരൊക്കെ നിങ്ങളുമായി സഖ്യം ചേരാൻ കഴിയുന്നുണ്ടോ അവരെ മുഴുവനും കൺട്രോൾ ചെയ്യുന്നവരും എൻ്റെ റബ്ബാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുകയോ എന്നെ വധിക്കുകയോ എനിക്കെതിരെ എന്തെങ്കിലും ആക്രമണം അഴിച്ചുവിടുകയോ ചെയ്യണമെന്ന പ്ലാൻ ഉണ്ടെങ്കിൽ ഫകീദൂനി ജമീഅൻ, നിങ്ങളെല്ലാവരും അങ്ങ് പോയി ചെയ്തോളൂ. സുമ്മ ലാ തുൻദിറൂൻ, എനിക്ക് ഒട്ടും ഒരു സാവകാശം പോലും ഒരു വാണിംഗ് പോലും തരണ്ട, നിങ്ങളങ്ങ് ചെയ്തേക്ക്. നിങ്ങൾക്ക് വേണ്ടത്, ഞാൻ എൻ്റെ കാര്യം അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ റബ്ബാണ് ഏത് ജീവിയുടെയും മൂർധാവിന് പിടിച്ചിട്ടുള്ളത്. എൻ്റെ റബ്ബാണ് എല്ലാറ്റിനെയും കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം, ഞാനതിനെ പേടിക്കൂല എന്ന് പറഞ്ഞ നബിയുല്ലാഹി ഹൂദ് അലൈഹിസ്സലാം. ഇത് ഭയങ്കരമായൊരു ഒരു വാക്കാണ്. ആത്മവിശ്വാസത്തിൻ്റെ, സെൽഫ് കോൺഫിഡൻസ്, എല്ലാ തരത്തിലും മനക്കരുത്തുണ്ട് എന്ന് ബോധിപ്പിക്കുന്നൊരു വാക്കാണത്. മിൻ ദൂനിഹി ഫകീദൂനി ജമീഅൻ സുമ്മ ലാ തുൻദിറൂൻ. അള്ളാഹുവാണ് മാനി എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ മുഅ്മിനീങ്ങളായ ആളുകളുടെ ഈമാനിൽ വർധനവ്. അതാണ് ഈമാൻ വർദ്ധിക്കണം എന്ന് പറയാൻ കാരണം.
നമ്മുടെ ഒരു വിഷയവും ഒരു മനുഷ്യനെയും അല്ല അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണ്. നമ്മുടെ വിഷയം റബ്ബ് ഏറ്റെടുത്ത വിഷയമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ വിചാരിച്ചാൽ അങ്ങ് തകർക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കും, അവരങ്ങ് പട്ടിണി കിടന്ന് മരിച്ചു പോകും, അങ്ങനെയൊന്നുമില്ല. അള്ളാഹുവിന് അങ്ങനെ തീരുമാനമുണ്ടോ അത് സംഭവിച്ചിരിക്കും. അതിന് മറ്റൊരു ഭൗതിക കാരണങ്ങളുടെയും ആവശ്യം പോലുമില്ല. പക്ഷെ റബ്ബത് തീരുമാനിച്ചിട്ടില്ലേ, ആരെക്കൊണ്ടും അത് ചെയ്യാൻ കഴിയില്ല. മാനസികമായി ഈ ഒരു മനക്കരുത്തില്ലാത്ത ആളുകൾ ജോലിക്ക് പോവില്ല, പേടിച്ചിട്ട് ഉറങ്ങാൻ പറ്റില്ല, ഉന്മേഷം ഉണ്ടാവില്ല, ഒരു കാര്യം ചെയ്യാൻ അവരെ കൊണ്ട് പറ്റൂല. എന്നിട്ട് പിന്നെ സ്മോക്കിങ്ങിന് അഡിക്റ്റ് ആവും, അത് കഴിഞ്ഞാൽ പിന്നെ മദ്യപിക്കാൻ തുടങ്ങും, അത് കഴിഞ്ഞാൽ പിന്നെ ഡ്രഗിന് അഡിക്റ്റ് ആവും. അങ്ങനെ ജീവിതം നശിച്ചു പോകുന്ന എത്ര ആൾക്കാരുണ്ട്. കാണുന്നത് മുഴുവൻ പേടിയാണ്. ചുറ്റുള്ള ആളുകൾ മുഴുവൻ ശത്രുക്കളാണെന്ന് പറയാൻ തുടങ്ങും. എന്നെ കൊല്ലാൻ വരുന്നുണ്ട്, എന്നെ ആളുകൾ പിന്തുടരുന്നുണ്ട്. ഇത് ഡ്രഗ് അഡിക്റ്റുകൾ പറയുന്നൊരു വാക്കാണത്. അവർ സ്ഥിരം പറയുന്നൊരു ഡയലോഗാണത്. എന്നെ കൊല്ലാൻ വരുന്നുണ്ട്, എൻ്റെ പിന്നാലെ 4 ആളുകൾ കൂടിയിട്ടുണ്ട്. ഇത് അവർക്ക് തോന്നുന്നതാണ്. ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോൾ തോന്നുന്നൊരു തോന്നലാണിത്. മുഅ്മിനായ മനുഷ്യൻ ആത്മധൈര്യത്തിലാണ് നിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ കൂടെയുണ്ട്, ഞാൻ റബ്ബിൻ്റെ കൂടെയാണ്. ഫഇന്നക ബിഅഅ്യുനിനാ, മൂസനബിയോട് അള്ളാഹുവിൻ്റെ വചനം, മൂസനബിയെ അങ്ങ് നമ്മുടെ കണ്ണുകളുടെ മുമ്പിലാണ് മൂസനബിയെ. ഫഇന്നക ബിഅഅ്യുനിനാ, അള്ളാഹു എന്ന ഖാദിറും മുഖ്തദിറുമായ അള്ളാഹു ജല്ല ജലാലു, ആ റബ്ബിൻ്റെ കൺമുമ്പിലാണ് മൂസനബിയെ നിങ്ങളുള്ളത്. അതുകൊണ്ട് പേടിക്കേണ്ട, ഫിറഔന്റെ മുമ്പിലേക്ക് നടന്നു പോയിക്കോളൂ, അവനൊന്നും ചെയ്യൂല. അതുകൊണ്ട് മൂസനബി അലൈഹിസ്സലാം പേടിച്ചില്ല. അല്ലെങ്കിൽ പേടിയാവൂലേ? വലിയൊരു സംവിധാനങ്ങളും പട്ടാളക്കാരും 5000-ഓളം വരുന്ന ഗേറ്റ് കീപ്പർമാരുണ്ട് ഫറോവൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് എത്താൻ. സയ്യിദന മൂസ അലൈഹിസ്സലാം അവരുടെ കണക്കിൽ മുമ്പ് ഒരു കൊലപാതകം നടത്തിപ്പോയി എന്ന് അവർ കുറ്റവാളിയായി കാത്തിരിക്കുന്ന ഒരാൾ വർഷങ്ങൾക്ക് ശേഷം, 8 കൊല്ലങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അതും ഫറോവയുടെ ശത്രുവായിട്ട്. കൊട്ടാരത്തിലേക്ക് ചെന്ന് സംസാരിച്ചില്ലേ? എന്തേ? അതിനു മുമ്പ് മൂസ നബി അലൈഹിസ്സലാമിനെ അവർക്ക് വകവരുത്താമായിരുന്നു, മൂസനബിയെ കൊന്നുകളയാമായിരുന്നു അവർക്ക്. പക്ഷേ അള്ളാഹു അത് തോന്നിപ്പിച്ചില്ല. എന്തേ? ഫഇന്നക ബിഅഅ്യുനിനാ, എൻ്റെ കണ്ണിൻ്റെ മുമ്പിലാണ് മൂസനബിയെ നിങ്ങൾ. അങ്ങനെ ഒരു തോന്നൽ അവൻ്റെ ഹൃദയത്തിൽ വരണമെങ്കിൽ അത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ തോന്നിപ്പിക്കണം. അള്ളാഹു തോന്നിപ്പിച്ചില്ലേ, അവർക്കതൊന്നും തോന്നൂല. അല്ലാഹു മാനിആന അല്ലദീ യംനഉ മൻ യസ്തഹിഖുൽ മൻഅ, ആർക്കാണോ സംരക്ഷണം അർഹിക്കുന്നത് അവർക്ക് അല്ലാഹു സംരക്ഷണം നൽകുന്നവനാണ്. ചില ആളുകൾ അത് അർഹിക്കുന്നില്ല, അവർ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടേണ്ടവരാണ്. അത്തരം ആളുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലാഹു സംരക്ഷണം നൽകാൻ വേണ്ടി തീരുമാനിച്ച ആളുകൾ അവർ അല്ലാഹു റബ്ബ് തആല അവരെ സംരക്ഷിച്ചിരിക്കും. യാ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി 100 ഒട്ടകം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു വന്ന സുറാഖത്ത് ബിൻ മാലിക് പിന്നീട് സ്വഹാബിയായി മാറി റളിയല്ലാഹു അൻഹു. സുറാഖത്ത് ബിൻ മാലിക് തങ്ങൾ പുണ്യനബിയെ മരുഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന രംഗം ആലോചിച്ച് നോക്കൂ. ഹിജറ വേളയിൽ മക്കാ മദീനൻ്റെ ഇടയിൽ ആരും കൂടെയില്ലാത്ത നേരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നൊരു പാവ മനുഷ്യൻ, ആയുധങ്ങൾ കയ്യിലില്ല. ഇയാളാണെങ്കിലോ യോദ്ധാവാണ്, മൂർച്ചയേറിയ വാളുണ്ട് കയ്യിൽ. പുണ്യനബിയെ തലയെടുക്കാൻ ജീവനോടെയോ അല്ലാതെയോ, ഡെഡ് ഓർ അലൈവ്, നബിയെ കൊണ്ടുവന്നാൽ 100 ഒട്ടകമാണ് കൂലി, സമ്മാനം. പക്ഷെ എന്ത് സംഭവിച്ചു? അല്ലാഹു അൽ മാനിഉ സുബ്ഹാന, റബ്ബ് അവിടെ തടഞ്ഞു വെച്ചു. അവൻ്റെ കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് ആഴുകയല്ലേ ഉണ്ടായത്. ചരിത്രം പഠിച്ചതല്ലേ. 2 തവണ 3 തവണ അത് തന്നെ സംഭവിച്ചു. അപ്പോൾ പറഞ്ഞു മഅക ഇഹാതത്തു റിആയത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ സംരക്ഷണം നബിയെ അങ്ങയെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. വിശുദ്ധ ഖുർആൻ തങ്ങളോട് പറഞ്ഞു വല്ലാഹു യഅസിമുക മിനന്നാസ്, നബിയെ ജനങ്ങളിൽ നിന്ന് അള്ളാഹു അങ്ങയെ സംരക്ഷിക്കും. അള്ളാഹു അങ്ങയെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. വല്ലാഹു യഅസിമുക മിനന്നാസ്. എത്രയെല്ലാം അനുഭവങ്ങൾ ഖുർആൻ അള്ളാഹു പറഞ്ഞ ഈ മാനിഅ സുബ്ഹാന എന്ന ഇസ്മിൻ്റെ എത്രയോ പ്രകടമായ ഉദാഹരണങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും.
വല്ലാഹു യഅ്സിമുക മിനന്നാസ്, പുണ്യനബിയെ അള്ളാഹു അങ്ങയെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഖൈബറിൽ ബനു നദീർ ഗോത്രക്കാരെന്ന ജൂത കുടുംബം താമസിക്കുന്ന കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായൊരു ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു, ബനു നദീർ ഗോത്രക്കാരുമായിട്ട്. ആ കരാർ അവർ പൊളിച്ചു. അതിനെ സംബന്ധിച്ച് ഹബീബായ നബി തങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി പോയതാണ് ഖൈബറിലേക്ക്. മദീനയിൽ നിന്ന് ഒരു 170 കിലോമീറ്റർ ദൂരെയാണ് ഖൈബർ. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ ഖൈബറിലായിരുന്നു. ഇന്നലെ ഏകദേശം ബുധനാഴ്ച ആയിരുന്നില്ലേ? ഖൈബർ മദീനയിൽ നിന്ന് 2 മണിക്കൂർ, കാറിന് പോകണേ 2 മണിക്കൂർ. ബനു നദീർ ഗോത്രക്കാർ താമസിച്ച സ്ഥലമാണത്. അവിടെയാണ് ബനു ഖുറൈളക്കാരുണ്ട്, ജൂതന്മാരുടെ സെറ്റിൽമെൻറ്റുകളാണ്. 8ഓളം വലിയ കോട്ടകളുള്ള സ്ഥലമാണ് ഖൈബർ. ഇന്നും ആ കോട്ടയുടെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട് എന്നത് വലിയൊരു അത്ഭുതമാണ്. പുണ്യനബി തങ്ങൾ വന്ന് അവരുമായൊരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കോട്ടയുടെ ചുമരിലേക്ക് നബി തങ്ങൾ ചാരിയിരിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു ഇപ്പുറത്തിരിക്കുന്നുണ്ട്. ഇവർ പ്ലാൻ ചെയ്തു എന്ത്? ഒരാൾ വലിയൊരു കല്ലുമായി കോട്ടയുടെ മേലെ കയറണം, എന്നിട്ട് നബി തങ്ങൾ ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് തങ്ങളുടെ തലയിലേക്ക് ആ കല്ലിട്ട് കഴിഞ്ഞാൽ അവരുടെ വാദപ്രകാരം അറഹ്നന്നാസമിൻ, ജനങ്ങൾക്ക് സമാധാനം കിട്ടും എന്ന് അവർ പറഞ്ഞു. ഇങ്ങനെ ഒരു പ്ലാൻ നടക്കുന്നുണ്ട് എന്ന് നബി തങ്ങൾക്ക് വഹി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ എഴുന്നേറ്റ് നടക്കുകയാണ്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, നബിയെ എങ്ങോട്ടാണ്? അങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. കുറേ ദൂരം നടന്നകന്ന് നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, അവർക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അവർ നമ്മളെ ചതിക്കാൻ വേണ്ടി കൊണ്ടുപോയതായിരുന്നു. എന്താ വേണ്ട സഹായം ചെയ്യാമെന്ന് പറഞ്ഞ് നബി തങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് തങ്ങളുടെ തലയിലേക്ക് ഈ പാറക്കല്ലിടാനുള്ള പ്ലാനായിരുന്നു. പക്ഷെ അള്ളാഹു വഹി കൊടുത്തു. ആ വഹി കിട്ടിയ ഉടനെ തങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഹിമായത്താണ്. നമ്മൾ സാധാരണ നമുക്ക് വഹിയൊന്നും വരില്ല, നമുക്ക് ചില ഇൽഹാമുകൾ പടച്ചോൻ തോന്നിപ്പിച്ച് തരും. അവിടെ നിന്ന് ഇപ്പോൾ എഴുന്നേറ്റ് പോവുക നല്ലത്, അല്ല അങ്ങോട്ട് പോകാതിരിക്കുക നല്ലത്, അല്ല നമ്മളത് അങ്ങോട്ട് നീങ്ങാതിരിക്കുക നല്ലത്. മനസ്സിനുള്ളിൽ അള്ളാഹു ചില ഇൽഹാമുകൾ തോന്നിപ്പിച്ച് തരും. ആ ഇൽഹാമിനനുസരിച്ച് നമ്മൾ നീങ്ങിയാൽ അത് അള്ളാഹു നൽകുന്ന സംരക്ഷണമായിരിക്കും. നമുക്ക് വഹിയൊന്നും ജിബ്രീൽ തങ്ങളൊന്നും നമ്മുടെ അടുത്ത് വരില്ല. അമ്പിയാക്കന്മാർക്കാണ് വഹി വരുള്ളൂ. നമുക്ക് തോന്നലുകൾ അള്ളാഹു ചില ഇൽഹാമുകൾ ചെയ്തു തരും. സുബ്ഹാന ജല്ല ജലാലു. എത്രയോ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. ചിലപ്പോൾ ബസ്സിനൊക്കെ ക്യൂ നിൽക്കുമ്പോഴേ ആ ക്യൂവിലൊക്കെ ജമ്പ് ചെയ്തിട്ട് ക്യൂ പാലിക്കാതെ ഇടയിൽ കയറിയിട്ട് ഒരാൾ കയറി ആ ഒരാളെ കൊണ്ട് നിങ്ങളുടെ സീറ്റ് പോയിട്ടുണ്ടാവും. സീറ്റ് ഫുള്ളായി, ഇനി അടുത്ത വണ്ടിക്ക് പോരി. അപ്പോൾ ആകെ ടെൻഷൻ അടിക്കും, പടച്ചോനെ ഈ മനുഷ്യ ഇടയിൽ കയറി വന്നുകൊണ്ടല്ലേ എൻ്റെ സീറ്റ് പോയത്, പിന്നെ കാണോ എന്തോ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളത് നിങ്ങളെ മാറ്റി നിർത്തിയതാണ്. ചില ജോലികളൊക്കെ നമ്മളിപ്പോൾ ഗൾഫിലായതുകൊണ്ട് അങ്ങനെ ഭയങ്കര സങ്കടമാണ് സംഗതി. ഇൻ്റർവ്യൂ എടുത്തു, ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് കിട്ടിയില്ല, അല്ലേ? ഉണ്ടാവില്ലേ? നമ്മൾ പടച്ചോനെ ദ്വാരക്കും, എനിക്ക് ആ ജോലി എന്നെ കിട്ടണേ. ആദ്യം ആ ദ്വാര തന്നെ തിരുത്തണം. പടച്ചോനെ ആ ജോലി എനിക്ക് ഹൈറാണെങ്കിൽ തരണേ പടച്ചോനെ. വിചാരിക്കിപ്പോൾ വലിയൊരു സ്ഥാപനമല്ല, ഇതിലും വലുതപ്പെടുന്ന് കിട്ടാനാണ്. ഒന്നും നമുക്കറിയില്ല. എനിക്ക് എൻ്റെ ഒരു അനുഭവം, അബുദാബിയിലെ കോർട്ട്, ശരിയാ കോർട്ടിലേക്ക് ഒരു ട്രാൻസ്ലേഷൻ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടായിരുന്നു. 2003 or 2004 ഉസ്മാൻ ജനിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ആ ഒരു 2003 ഉസ്മാൻ ജനിച്ചിട്ടുണ്ട്, മാഷാ അല്ലാഹ്. അപ്പോൾ ഞാനതിന് അപ്ലൈ ചെയ്തു കേട്ടോ. അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്തു. ഉറുദു നിന്ന് അറബിക്കും, അറബിയിൽ നിന്ന് ഇംഗ്ലീഷിനും, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിനും, മലയാളത്തിൽ നിന്ന് ഇങ്ങനെ 4 ഭാഷകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ലേഷൻ അതൊക്കെ നമ്മൾ ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഞാനന്ന് ദുബൈയിൽ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഫോളോ അപ്പ് വിളിച്ചു നോക്കുമ്പോൾ ആ ഫയല് മിസ്സിങ് ആണെന്ന് പറഞ്ഞു. എൻ്റെ ഫയല് മിസ്സിങ്ങാണ്. അപ്പോൾ അവിടെ റിസപ്ഷനിസ്റ്റിൻ്റെ ഒരു നിലക്കും ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവണില്ല, ആ ഫയലിവിടെ കാണുന്നില്ല. അങ്ങനെ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്തതോ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതോ, പാസ്സായതോ ഫെയിലായതോ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. 2 പ്രാവശ്യമൊക്കെ വിളിച്ച് പിന്നെ വിചാരിച്ചു അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ ഞാനത് ആലോചിച്ച് നോക്കുകയാണ്, അങ്ങനെ ഒരു ജോലിയിലേക്ക് പടച്ചോനെ ഞാൻ കയറുകയായിരുന്നുവെങ്കിൽ എനിക്ക് വയലു പറയാൻ വേണ്ടി പോകാൻ പറ്റൂല.
UAE പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം ഓൺ കോൾ അവൈലബിൾ ആവണം. ഇത്തരം ആളുകൾ ലീവുള്ള സമയത്തേ പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച ശനിയാഴ്ച പോയി വരുന്ന പരിപാടിയൊന്നും നടക്കൂലായിരുന്നു. പഠിച്ച തമ്പുരാൻ ഞാൻ പിന്നീട് അതിനെപ്പറ്റി എനിക്ക് മനസ്സിലായത്, റഹ്മാനായ റബ്ബേ, അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് പഠിച്ച തമ്പുരാൻ വെല്ലെങ്ങനെ മാറ്റിത്തരാണ്. അങ്ങോട്ട് ആലോചിക്കേണ്ട. നമ്മൾ ആഗ്രഹിക്കുന്നത് നടന്നോളുന്നില്ല. ദുനിയാവ് അങ്ങനെയാണ്. അള്ളാഹു ചില കാര്യങ്ങൾ നമ്മളെ തടഞ്ഞു വെച്ച് ഇങ്ങനെ വകഞ്ഞു മാറ്റുകയാണ്. അത് ഖൈറാണെന്ന് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, ചിലപ്പോൾ ഒരുപാട് കാലെടുക്കുന്നത് മനസ്സിലാവാൻ. അൽമാനിഉ സുബ്ഹാന, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മാനിആൻ. തടഞ്ഞു വെക്കണം, അള്ളാഹ് സംരക്ഷിക്കണമെന്ന് ആർക്കെങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ അവരങ്ങനെ കൊടുക്കും. ഇല്ലേ, അങ്ങനെ സംഭവിക്കൂല. പിന്നെ മനുഷ്യൻ തവറത്ത് എന്ന് പറയും, പ്രശ്നത്തിലും കുടുങ്ങിപ്പോകും. നമ്മൾ ആഗ്രഹിച്ചത് അങ്ങനെയായിരുന്നു. ഒരു ജോലി നമ്മൾ ആഗ്രഹിച്ചൊരു കമ്പനി കയറണമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തെങ്കിലും എത്രയെല്ലാം പ്രയാസങ്ങളുണ്ടായി അള്ളാഹു ഇങ്ങനെ അകറ്റി തന്നാലും വേണ്ട, അത് തന്നെ വേണമെന്ന് പറഞ്ഞ് മറികടന്ന് അങ്ങോട്ട് തന്നെ എത്തിയാൽ പിന്നെ ആ ജോലി കൊണ്ടങ്ങ് കുടുങ്ങും. പിന്നെ ഉറങ്ങാൻ പറ്റൂല, പിന്നെ സമാധാനം ഉണ്ടാവില്ല, ഒരു റാഹത്തിൽ. പിന്നെ പറയും എനിക്ക് ശമ്പളം ഇല്ലെങ്കിലും കുഴപ്പമില്ല, സമാധാനമല്ല, പണി കിട്ടിയാൽ മതി എന്ന് പറയും. ആദ്യം അതല്ല പറയാം. എന്താണ് ഖൈർ എന്ന് അള്ളാഹുവിനെ അറിയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് ഖൈറിനെയാണ് ചോദിക്കേണ്ടത്. പടച്ചോനെ, അതെനിക്ക് ഖൈറാണെങ്കിൽ എനിക്ക് തരയണമേ, ഇല്ലേ എനിക്ക് വേണ്ട. ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ അങ്ങനെയാണ്. ഒന്നാമത്തെ ടെസ്റ്റ് തന്നെ കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹം, പൈസൻ്റെ ചിലവ് ആലോചിച്ച് നോക്കുമ്പോൾ. പക്ഷേ ആ ഒരു ഫെയിലിയറിൽ അടുത്ത ക്ലാസ്സിൽ ചെന്ന് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ ഒരു മസല മനസ്സിലാക്കുന്നുണ്ടാവുക. എത്രയോ അപകടങ്ങൾ സംഭവിക്കാതെ രക്ഷപ്പെടണമെങ്കിൽ അതൊരു വഴിയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മര്യാദക്ക് പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ നാട്ടിൽ ഭയങ്കര ഓടിക്കുന്ന ഹോട്ടലിലെന്ന് വിചാരിച്ച് ചെന്ന് നോക്കിയതായിരിക്കും. അതൊന്നും ഇവിടെ നടക്കൂലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒരു ടെസ്റ്റ് കിട്ടൂല, 2ൽ ഫെയിലാവും. അപ്പോൾ ആകെ ടെൻഷൻ അടിക്കുന്നു. പിന്നെ ഇത് വേണോ വേണ്ടെന്നൊക്കെ തോന്നും. ആ ഓരോ തവണയും നമ്മൾ ഇരുന്ന് പഠിക്കുകയാണ്. അങ്ങനെ ഒരു 4-5 ടെസ്റ്റുകൾ ഫെയിലായി എന്ന് വിചാരിക്കുക, ഒരു കുഴപ്പമില്ലല്ലോ. 1ൽ പാസ്സായി ഒരു മനുഷ്യനെ കുത്തി ആ മനുഷ്യൻ മരിച്ച് ജീവിതകാലം മുഴുവനും ആ പാപഭാരം പേറി നടക്കുന്നതിനേക്കാളും നല്ലത് മര്യാദയ്ക്ക് പഠിച്ചു കിട്ടില്ലല്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് അവസരം തരികയാണെന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. നമ്മളായിട്ട് എനിക്ക് ഒന്നാമത്തിൽ തന്നെ പാസ്സാകണം പഠിച്ചോനെ നിർബന്ധം അങ്ങനെയൊന്നും പറയണ്ട. അള്ളാഹു ഇത് ഖൈറാണെങ്കിൽ എളുപ്പാക്കി തരണേ അങ്ങനെ പറഞ്ഞാൽ മതി. അൽമാനിഉ സുബ്ഹാന, അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നമുക്ക് തടഞ്ഞു വെക്കുന്നു. ആ തടഞ്ഞു വെക്കുന്നത് വൽ മൻഉ ഐനുൽ അത്വാ, ആ തടഞ്ഞു വെക്കൽ തന്നെയാണ് അള്ളാഹുവിൻ്റെ നൽകൽ. അതൊരു തരലാണത്. നമ്മൾ വിചാരിക്കുക തടഞ്ഞു വെച്ചൊക്കെയാണല്ലോ. അള്ളാഹു തടഞ്ഞതല്ല. അള്ളാഹു നിങ്ങൾക്ക് പലതും ആ വഴിയിലൂടെ തന്നിരിക്കുകയാണ്. ഇപ്പോൾ മക്കളില്ലാത്ത ആൾക്കാരുണ്ട്, ഒരുപാട് ചികിത്സിച്ചു, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു, ഒരുപാട് മെഡിസിൻ കഴിച്ചു. ഒരു മനുഷ്യൻ, അയാൾ മലയാളിയല്ല, പക്ഷെ അയാൾ പറയാണ് മകനെ കൊണ്ട് ബുദ്ധിമുട്ടായിട്ട് എൻ്റെ മകനെങ്ങാനും മരിച്ചാൽ ഞാനന്ന് പെരുന്നാളായിട്ട് ആഘോഷിച്ച മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നു. സ്വന്തം മോനെ പറ്റി പറഞ്ഞാൽ ഇടങ്ങേറാക്കിയിട്ട് ആ മകനെ കൊണ്ടുള്ള ശല്യം നിൽക്കാഞ്ഞിട്ട് ആ വാപ്പയായ മനുഷ്യൻ പടച്ചോ എൻ്റെ ഈ മകനൊന്ന് മരിച്ചാൽ ഞാൻ അന്ന് ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു, സന്തോഷം കൊണ്ട്. ആലോചിച്ച് നോക്കി. ചില ആളുകൾക്ക് അല്ലാഹു ചില മക്കളെ കൊടുക്കുന്നില്ല. ചിലക്ക് ആൺകുട്ടികളെ മാത്രം കൊടുക്കും, ചിലക്ക് പെൺകുട്ടികളെ മാത്രം കൊടുക്കും, ചിലക്ക് ആണും പെണ്ണും ആയിരിക്കും. 2 കുട്ടികളും 1 ആണും 1 പെണ്ണും ആയിരിക്കും. ചിലപ്പോൾ 2 പെണ്ണായിരിക്കും, 2 ആണായിരിക്കും ചിലപ്പോൾ. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾക്ക് മക്കളെ വയജ്അലു മൻ യശാഉ അഖീമ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു മക്കളെ കൊടുക്കുന്നു പോലുമില്ല. എന്തിനറിയോ? ബിയദിക്കൽ ഖൈർ, അള്ളാഹു നിൻ്റെ കയ്യിലാണ് ഖൈറുള്ളത്. ചിലത് കിട്ടുന്നതിനേക്കാളും ഖൈറും അത് കിട്ടാതിരിക്കലായിരിക്കും. അത് നമുക്കറിയില്ല. അങ്ങനെയാണ്. ഇന്ന മിനന്നാസ് മൻ ലാ യുസ്ലിഹുഹു ഇല്ലൽ മാൽ, ചില ആളുകൾക്ക് അള്ളാഹു പൈസ നൽകിയാലേ അവർക്ക് ദീൻ നിലനിൽക്കുള്ളൂ. ചില ആളുകൾക്ക് മൻ ലാ യുസ്ലിഹുഹു ഇല്ലൽ ഫഖർ, ചില ആളുകൾക്ക് ദാരിദ്ര്യം കിട്ടിയെങ്കിൽ മാത്രമേ അവർ നന്നാവുള്ളൂ. ഇത് റബ്ബിനറിയാം. പുണ്യനബി ഞങ്ങൾ പറഞ്ഞ ഹദീഥാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമുക്കൊരുപാട് അള്ളാഹ് തന്നുകൂടായിരുന്നോ? അള്ളാഹുവിൻ്റെ ചില തീരുമാനം ഉണ്ടാവും. അങ്ങനെ നമുക്കങ്ങാനും അങ്ങനെ തന്ന ചില ആളുകളെങ്കിലും അവരുടെ സ്വഭാവം ഒരല്പനേരത്തേക്ക് അള്ളാഹു തആല കുറച്ച് സൗകര്യവും സമ്പത്തും ആ വീട്ടിലെ മക്കൾക്കൊക്കെ എല്ലാവർക്കും ജോലിയും റാഹത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചില വീട്ടിലെങ്കിലും അവരുടെ സ്വഭാവങ്ങളിൽ മോശപ്പെട്ട പ്രകടനങ്ങൾ, അഹങ്കാരവും ഒരു മേന്മയും ഒരു താൻപോരിമയും ഒക്കെ കാണിക്കുന്നത് കാണാം. അപ്പോഴേക്കും അള്ളാഹുവിനെ വലിക്കും താഴേക്ക്. അപ്പോൾ പിന്നെ പഴയ പോലെ നല്ല മനുഷ്യന്മാരായിട്ട് ഇങ്ങനെ മാറുന്നത് കാണാം. അപ്പോൾ അള്ളാഹു ഇത് കാണിച്ചു തരാണ്. ഇവർ കൊടുക്കാത്തതിൻ്റെ കാരണം ഇവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല, ഇവർക്ക് കൊടുത്താൽ അത് ബുദ്ധിമുട്ടാവും.
അള്ളാഹു അവർക്കും കൂടെയുള്ള ആളുകൾക്കും റാഹത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ചുരുക്കി കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മല്ല യുസ്ലിഹു ഇല്ലൽ ഫഖർ. ചില ആളുകൾ അങ്ങനെയാണ്. സുബ്ഹാന. അള്ളാഹു മാനിഉ സുബ്ഹാന. അള്ളാഹു മാനിആണ്. അള്ളാഹു മാനിആണ് ലിമൻ യസ്തഹിഖുൽ മൻഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു നദീറിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് അള്ളാഹു നൽകുന്നൊരു മൻആണ്. സുറാഖത്ത് ബിൻ മാലിക്കിൽ നിന്ന് നബി തങ്ങൾ രക്ഷപ്പെട്ടത് അള്ളാഹു നൽകിയ മൻആണ്. ഹിജ്റയുടെ തൊട്ട് മുമ്പ് അബൂ ത്വാലിബ് എന്നവരും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായ സമയം മുഅ്മിനീങ്ങൾ മുഴുവനും ഹിജ്റ പോയ നേരം മക്കയിൽ ആരും നബി തങ്ങൾക്ക് സംരക്ഷകരായിട്ടില്ല, ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ. എന്നിട്ട് നബി തങ്ങളെ വധിക്കാൻ അവരെ കൊണ്ടായില്ല. അവർക്ക് ഏറ്റവും നബി തങ്ങളെ വധിക്കാൻ കിട്ടിയ അവസരമായിരുന്നു അത്. പക്ഷേ അള്ളാഹു അതിന് അവർ അവസരം കൊടുത്തില്ല. അപ്പോഴാണ് ഒരു പിടി മണ്ണ് വാരി നബി തങ്ങൾ വലിച്ചെറിയുന്നത്. ഖുർആൻ പറഞ്ഞു, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. ആ എറിഞ്ഞത് നബിയെ നിങ്ങളായിരുന്നില്ല, വലാകിന്നല്ലാഹ റമാ. ആ എറിഞ്ഞത് അള്ളാഹു ആയിരുന്നു. ഒരു പിടി മണൽ വാരി ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ വരെ സൂറത്ത് യാസീൻ ഓതിയിട്ട് നബി തങ്ങൾ അതിലേക്ക് ഊതിയിട്ട് വാതിൽ തുറക്കലും എറിയലും കഴിഞ്ഞു. എറിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും ബാക്കിലും സൈഡിലുമായി കാത്തിരിക്കുകയായിരുന്ന ഖുറൈശികളിലെ പടയാളികളുടെ മുഴുവൻ കണ്ണിലത് വീണു. ഖുർആൻ പറയാം, വമാ റമൈത ഇദ് റമൈത, ഇറ്റ് വാസ് നോട്ട് യു ഹു ത്രൂ ഇറ്റ്. അത് എറിഞ്ഞത് നിങ്ങളായിരുന്നില്ല നബിയെ, വലാകിന്നല്ലാഹ റമാ. അള്ളാഹു ആയിരുന്നത് എറിഞ്ഞത്. റബ്ബ് തആല ഇടപെട്ടു അവിടെ നബി തങ്ങൾക്ക് വേണ്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഔലിയാഇന് വേണ്ടി, അള്ളാഹുവിൻ്റെ മുഹബ്ബീങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഇത് ചെയ്യുന്നുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു. ഹുവല്ലദീ യംനഉ മൻ യസ്തഹിഖുൽ മൻഅ. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു ആർക്കൊക്കെയാണോ സംരക്ഷണം നൽകണമെന്ന് അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നത് അവർക്ക് റബ്ബ് തആല മൻഅ ചെയ്യുന്നവനാണ്. അവരെ ചില കാര്യങ്ങൾ റബ്ബ് തടഞ്ഞു വെക്കും. ആ തടഞ്ഞു വെക്കുന്നത് അവർക്ക് സംരക്ഷണമാണ്. ഹബീബായ നബി തങ്ങളുടെ മനോഹരമായൊരു ദുആയുണ്ട്, വളരെ അദബുള്ളൊരു ദുആ. അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു ഖാൽ ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ ഹബീബ് ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, മൻ കാനത് ലഹു ഹാജത്തുൻ ഇലല്ലാഹ് ഔ ഇലാ അഹദിൻ മിൻ ഖൽഖിഹി. നിങ്ങൾക്ക് ഒരാവശ്യം വന്നാൽ, അള്ളാഹുവിനോട് ചോദിക്കേണ്ട ആവശ്യമോ പടപ്പുകളോട് ആവശ്യപ്പെടേണ്ട ഒരു ആവശ്യമോ നിങ്ങൾക്കുണ്ടായാൽ എന്ത് ചെയ്യണം? ഫൽയതവല്ല, വുളു എടുക്കണം. വൽയുസല്ലി റക്അതൈൻ, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക. അത് കഴിഞ്ഞിട്ട് ദുആ ഇറക്കുക. ثم ليقل لا إله إلا الله الحليم الكريم سبحان الله رب العرش العظيم الحمد لله رب العالمين اللهم إني أسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم أسألك ألا تدع لي ذنبا إلا غفرته ولا هما إلا فرجته ولا حاجة هي لك رضا إلا قضيتها ഇത് ദുആ ഇറക്കണം. ഇല്ലാ ഖളൈതഹാ ലീ. എന്നിട്ട് എന്താണോ അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത്, ദുനിയാവിൻ്റെ വിഷയവും ആഖിറത്തിൻ്റെ വിഷയവും നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് അള്ളാഹുവിനോട് അങ്ങ് ചോദിക്കുക. പഠിച്ചവനെ, ഞാൻ ഇന്ന ഒരു എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുകയാണ്, അല്ല ഇന്ന കച്ചവടത്തിലേക്ക് ഒരുങ്ങാൻ, ഇന്ന യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ, എൻ്റെ മോളെ ഇന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയി പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്, വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുകയാണ്. എന്തൊക്കെ ദുനിയാവിൽ നമ്മുടെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ എന്നിട്ട് അള്ളാഹുവിനോട് പറയാം. നമുക്കറിയുന്ന ഭാഷയിൽ പറയാം. ഈ ദുആ ഇരുന്നിട്ട് ഇത് അള്ളാഹുവിനോട് ചോദിക്കുന്ന വലിയൊരു അദബുള്ള ദുആയാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഇന്നതെനിക്ക് വേണമെന്ന് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കണ്ട. അള്ളാഹുവിന് എന്താണ് റബ്ബേ ഖൈർ എന്ന് നീ മനസ്സിലാക്കിയത്, അത് നൽകണമേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കാം. ഇത് ചോദിക്കൽ എങ്ങനെയാണെന്ന് പഠിക്കേണ്ട ഒരു പഠനമാണ്. നബി ഞങ്ങൾ പറഞ്ഞ ഈ ഇമാം തുർമുദി അവരുടെ സുനനിൽ ഉദ്ധരിച്ച ഹദീഥാണത്. മൻ കാനത് ലഹു ഹാജത്തുൻ ഇലല്ലാഹ്. ഇപ്പം ഹജ്ജിന് പോകണം, ഉംറക്ക് പോകണം ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് എന്തെങ്കിലും നമുക്ക് ചോദിക്കാനുണ്ട്, നമുക്ക് പ്രയാസങ്ങൾ നീങ്ങണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോട് നമുക്കൊരു വിഷയം സംസാരിക്കണം. ഒരു പക്ഷേ നമുക്ക് കാണാൻ കിട്ടിക്കോണമെന്നില്ല, നമുക്ക് സംസാരിക്കാൻ പറ്റിക്കോണമെന്നില്ല. 2 വുളു എടുക്കുക, 2 റക്അത്ത്. ഫല്യതവല്ല വലിയുസല്ലി റക്അതൈൻ, 2 റക്അത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടുക. എന്നിട്ട് ദുആ ചെയ്യുക.
ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം. ഔദാര്യവാനും സഹനശക്തിയുള്ളവനുമായ അല്ലാഹുവേ, നീയല്ലാതെ ആരാധിക്കപ്പെടാൻ ആരുമില്ല റബ്ബേ. സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അദീം. മഹോന്നതമായ അർശിൻ്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, നീ ഒരു ന്യൂനതയുമില്ലാത്ത പരിശുദ്ധനാണല്ലോ റബ്ബേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളെ മുഴുവൻ പരിപാലിക്കുന്ന അല്ലാഹുവേ, നിനക്കാണ് എല്ലാ സ്തുതിയും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മൂജിബാതി റഹ്മതിക്. മൂജിബാതി റഹ്മതിക്. അല്ലാഹുവേ, നിൻ്റെ റഹ്മത്ത് കിട്ടാൻ കാരണമായ എല്ലാ വിഷയങ്ങളും നീ എനിക്ക് നൽകണമേ. അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടണം, അത് നമ്മൾ നിസ്കരിക്കേണ്ടി വരും, നമ്മൾ നല്ല മനുഷ്യനാവേണ്ടി വരും, നമ്മുടെ ഖൽബ് ശുദ്ധിയാവേണ്ടി വരും. അതായി കിട്ടാനാണ് നമ്മൾ ഇത് ഓർക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മൂജിബാതി റഹ്മതിക്. അല്ലാഹുവേ, നിൻ്റെ റഹ്മത്തിന് എന്നെ യോഗ്യനാക്കുന്ന എല്ലാ ഗുണങ്ങളും നീ എനിക്ക് നൽകണമേ. അസ്അലുക മൂജിബ്. നമ്മൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കും, കുറച്ച് സ്വർഗം തരണമേ. പക്ഷെ സ്വർഗത്തിൽ പോകാൻ യോഗ്യതയുണ്ടാവണമെങ്കിൽ ഫർളുകൾ ചെയ്യണം, സുന്നത്ത് വേണം, നവാഫിൽ വേണം. അതിന് അല്ലാഹു നീ എന്നെ സഹായിക്കണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മൂജിബാതി റഹ്മതിക് വഅസായിമ മഗ്ഫിറതിക്. അല്ലാഹുവേ, നിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ കാരണമായ എല്ലാ നന്മകൾക്കും നീ തൗഫീഖ് നൽകണമേ. മഗ്ഫിറത്ത് അല്ലാഹു നൽകണമെങ്കിൽ നമുക്ക് ചില ക്വാളിറ്റി വേണ്ടി വരും. ആ ക്വാളിറ്റി അല്ലാഹു എനിക്ക് നൽകണമേ. വൽ ഗനീമത മിൻ കുല്ലി ബിർരിൻ. എല്ലാ നന്മകളാലും ഗനീമത്ത് നൽകണമേ. ഗനീമത്ത് സ്വത്ത് എന്ന് പറയില്ലേ, ഒരു യുദ്ധത്തിൽ ഇട്ടേച്ചു പോകുന്ന ലെഫ്റ്റ് ഔട്ട് അവിടുത്തെ വെപ്പൻസ് മറ്റു കാര്യങ്ങളൊക്കെയാണ് ഗനീമത്ത് എന്ന് പറയാം. അല്ലാഹുവേ, എല്ലാ നന്മകളും എനിക്ക് ഗനീമത്തായി തരണമേ. എവിടെ ചെന്നാലും നന്മയാവണേ പടച്ചോനെ. വസ്സലാമത മിൻ കുല്ലി ഇസ്മിൻ. എല്ലാ തെറ്റുകളിൽ നിന്നും വിട്ടു നിൽക്കാൻ സംരക്ഷണം നൽകണമേ. ഇനി പറയാണ്, അസ്അലുക അല്ലാ തദഅലി ദംബൻ ഇല്ലാ ഗഫർതഹ്. എല്ലാ തെറ്റും അല്ലാഹുവേ, എല്ലാ തെറ്റുകളും എനിക്ക് മാപ്പ് നൽകണമേ. വലാ ഹമ്മൻ ഇല്ലാ ഫറജ്തഹ്. എല്ലാ ടെൻഷനും ഒഴിവാക്കി തരണമേ. വലാ ഹാജതൻ. അതാണ് അദബ്. വലാ ഹാജതൻ. എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഹിയ ലക റിളൻ. അത് നിനക്ക് തൃപ്തികരമാണെങ്കിൽ ഇല്ലാ ഖളൈതഹാ. എൻ്റെ ആവശ്യങ്ങൾ നിനക്ക് തൃപ്തിയാണെങ്കിൽ ഇല്ലാ ഖളൈതഹ, അത് നീ എനിക്ക് വീട്ടിത്തരണം, എനിക്ക് സാധിപ്പിച്ചു തരണം. അത് നിനക്ക് തൃപ്തിയല്ലേ, എനിക്ക് വേണ്ട. അപ്പോൾ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരണേ എന്ന് പറഞ്ഞാൽ ഹലാലായ ഒരുപാട് മുറാദുണ്ടാവും നമുക്ക് ഹാസിലാവാൻ. പക്ഷേ അള്ളാഹു അത് നിനക്ക് പൊരുത്തമാണെങ്കിൽ ഹാസിലാക്കി തരണമേ. അങ്ങനെയാണ് അതബോടുകൂടെ ചോദിക്കുന്ന ദുആ. അങ്ങനെയാണ് അള്ളാഹു ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ എന്ന് പറയുമ്പോഴും അള്ളാഹു ഇത് നിനക്ക് പൊരുത്തമുള്ളതാണെങ്കിൽ ഇല്ലാ ഖളൈതഹ ഹിയ ലക റിളൻ ഇല്ലാ ഖളൈതഹ. ഇത് പറഞ്ഞിട്ട് ثم يسأل الله من أمر الدنيا والآخرة ما شاء فإنه يقدر. ദുന്യാവിൻ്റെയോ ആഖിറത്തിൻ്റെയോ എന്തൊക്കെ പ്രശ്നങ്ങളാണോ അതൊക്കെ പിന്നെ നിങ്ങളങ്ങ് പറഞ്ഞോളിൻ, അള്ളാഹു നിങ്ങൾക്കത് സാധിപ്പിച്ചു തരുമെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒളു എടുക്കുക, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, ഈ ദുആ ചൊല്ലുക. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ദുആ അറബി തന്നെ ചൊല്ലിക്കോളൂ. അതിൻ്റെ ഫضലും ശ്രേഷ്ഠതയും അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ കിട്ടുന്ന ഭാഷയിൽ ചൊല്ലുക. ഒന്ന് ചൊല്ലി നോക്കണം. മുമ്പ് പഠിച്ച ചില വാക്കുകളൊക്കെ അതിലുണ്ട്. ദുആഉൽ കർബിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അതിലുണ്ട് അല്ലേ. ചൊല്ലിക്കോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അദീം അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മൂജിബാതി റഹ്മതിക് വഅസായിമ മഗ്ഫിറതിക് والغنيمة من كل بر والسلامة من كل إثم أسألك ألا تدع لي ذنبا إلا غفرته ولا هما إلا فرجته ولا حاجة هي لك رضا إلا قضيتها ലീ.
ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറ. അല്ലാഹുവേ, ഞാൻ ഇങ്ങനെയൊക്കെ ഉദ്ദേശിക്കേണ്ട പടച്ചോനെ, ഇന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്, അത് നിനക്ക് പൊരുത്തവും ഞങ്ങൾക്ക് ഖൈറുമാണെങ്കിൽ സാധിപ്പിച്ചു തരണേ പടച്ചോനെ എന്ന് ദുആ ചെയ്താൽ അള്ളാഹു നിങ്ങളെ ചോദിച്ചത് നടത്തിത്തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മനുഷ്യനെ പേടിച്ച് നടക്കരുത്, മനുഷ്യന്മാരെ പേടിക്കരുത്, മനുഷ്യന്മാരെ ബഹുമാനിക്കണം. അൻസിലുന്നാസ മനാസിലഹും, ജനങ്ങൾക്ക് അർഹമായ സ്ഥാനം കൊടുക്കണമെന്നാണ്. നബിതങ്ങൾ ഏതെങ്കിലും ഖബീലക്കാരുടെ നേതാവ് വന്നാൽ ആ നേതാവിന് നബിതങ്ങൾ അർഹമായ സ്ഥാനം കൊടുക്കും. നബിതങ്ങൾ പറയും, അക്രിമു സയ്യിദക്കും, നിങ്ങളുടെ സയ്യിദിനെ നിങ്ങൾ ബഹുമാനിക്കണം എന്ന് തങ്ങൾ പറയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുണ്ട്, പക്ഷേ പേടിക്കരുത്. എന്ത് പേടിക്കുക? അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ, എൻ്റെ ജീവിതം ഇല്ലാണ്ടായി പോകുമോ, എൻ്റെ ഖളാവും ഖദറും ആ മനുഷ്യൻ്റെ കയ്യിലാണല്ലോ, അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. അള്ളാഹുവിൻ്റെ ഖളാ പടച്ച തമ്പുരാൻ നടത്തിയിരിക്കും. സജ്ജനങ്ങളെ, സ്വാലിഹീങ്ങളെ ബഹുമാനിക്കുക. അദബുകേട് കാണിക്കുന്നത് പേടിക്കണം, അദബുകേട് കാണിക്കരുത്. എന്നല്ലാതെ നമ്മുടെ ജീവിതം നമ്മൾ കൊണ്ടുപോയി ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ല, അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. മാ മിൻ ദാബത്തിൻ, ഏതൊരു ജീവിയും അതിൻ്റെ നാസ്യത്തിൽ അള്ളാഹു പിടിച്ചിരിക്കുകയാണ്, മൂർധാവിൽ അള്ളാഹു പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞ് ഏതൊന്നിൻ്റെയും കൺട്രോൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹുവിനെ അറിയുള്ളൂ. നബി തങ്ങൾ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ അസ്ലിഹ് ലനാ ദീനനാ അല്ലദീ ഹുവ ഇസ്മതു അംരിനാ وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. നമ്മൾ ദുആ ഇറക്കുന്നത്, അല്ലാഹുമ്മ അസ്ലിഹ് ലനാ ദീനനാ അല്ലദീ ഹുവ ഇസ്മതു അംരിനാ. അല്ലാഹു, ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളുടെ ദീനാണ്, ഞങ്ങളുടെ ഈമാനാണ്, നമ്മുടെ അഖീദയാണ്, നമ്മുടെ ഇബാദത്താണ്. പടച്ചവനെ, ദീനിൻ്റെ വിഷയം ഞങ്ങൾക്ക് നന്നാക്കി തരയണമേ. ഒന്നും നമുക്ക് ദീനിന് തടസ്സം, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം, നമ്മുടെ മഹലിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുക, നമ്മുടെ വോളണ്ടറി വർക്കുകൾ, നമ്മുടെ മറ്റ് ജോലികൾ, നമ്മുടെ ബിസിനസ്, ഇതൊന്നും ദീൻ അനുസരിച്ച് ജീവിക്കുവാനോ നമ്മുടെ ഇബാദത്തിനോ തടസ്സമാവരുത്. ഇതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. അല്ലാഹുമ്മ അസ്ലിഹ് ലനാ ദീനൻ ലദീ ഹുവ ഇസ്മതു അംരിനാ. പണി പോയാലും ഇല്ലെങ്കിൽ നിസ്കരിക്കണ്ടേ, നോമ്പെടുക്കണ്ടേ, വേണം. അള്ളാഹുവിനനുസരിക്കണ്ടേ, വേണം. നമ്മുടെ പ്രശ്നങ്ങളിലെ കോർ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ദീനാണ്. അതുകൊണ്ട് അള്ളാഹു, ഞങ്ങളുടെ ദീൻ ഞങ്ങൾക്ക് നന്നാക്കി തരയണമേ. വഅസ്ലിഹ് ലനാ ആഖിറതന വഅസ്ലിഹ് ലനാ ദുനിയാന അല്ലതി ഫീഹാ മആശുന. അള്ളാഹു, ഞങ്ങൾക്ക് ദുനിയാവിനെ നന്നാക്കി തരണേ. ഫീഹാ മആശുന, അവിടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അത് നന്നാവാൻ എന്തൊക്കെയാണ് വേണ്ടത് അള്ളാഹു നിനക്കേ അറിയുള്ളൂ. നമുക്കെല്ലാം ഉണ്ട്, നല്ല സൗഹൃദങ്ങളില്ലെങ്കിൽ വലിയ പ്രയാസമായിരിക്കും. നല്ല സൗഹൃദം വേണം, നല്ല മനുഷ്യന്മാരെ കൂട്ടുകെട്ട് കിട്ടണം, മോശപ്പെട്ട കൂട്ടുകെട്ട് നമ്മുടെ നിന്ന് അകന്നു പോകണം. ഇതൊക്കെ ദുന്യാവിൻ്റെ ഒരു ആവശ്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ എത്തിപ്പെടും. നമ്മുടെ റൂമിൽ ഒരു പക്ഷേ കള്ളുടിയന്മാരുണ്ടാവും, നിസ്കരിക്കാത്തവരുണ്ടാവും, തോന്നിവാസം ചെയ്യുന്നവരുണ്ടാവും, ജന്മത്തിൽ അള്ളാഹ്ക്കൊരു സുജൂദ് പോലും ചെയ്യാത്ത മനുഷ്യന്മാരുണ്ടാവും. അതിൻ്റെ അടിയിലൊക്കെ നമ്മളിതിനെ കണ്ടിങ്ങനെ വന്നാൽ നമ്മൾ മെല്ലെ നിസ്കാരമൊക്കെ സ്കിപ്പായി തുടങ്ങും. അപ്പം എല്ലാ റൂമിൽ നിന്ന് മാറണമെങ്കിൽ ഉള്ള പണി പോയെങ്കിലേ ചിലപ്പോൾ മാറുള്ളൂ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബിനുള്ളിൽ നന്നാവണമെന്ന തോന്നലുണ്ടോ, അള്ളാഹു അതിൻ്റെ വഴി ഇങ്ങനെ നമുക്കിങ്ങനെ ഇടയിലൂടെ അങ്ങ് ശരിയാക്കി തരും. അത് അതിനുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. വഅസ്ലിഹ് ലനാ ദുനിയാന അല്ലതി ഫീഹാ മആശുനാ വഅസ്ലിഹ് ലനാ ആഖിറതന അല്ലതി ഫീഹാ മആദുനാ. പടച്ചവനെ, ആഖിറവും നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങൾ അങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത്, തറവാട് അവിടെയാണ്, അങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ വല്ലിപ്പ ആദം നബി അലൈഹിസ്സലാം താമസിച്ചു പോകുന്ന വീട്, തറവാട് സ്വർഗമാണ്, അങ്ങോട്ടാണ് തിരിച്ചു പോകാനുള്ളത്. അതുകൊണ്ട് പടച്ചവനെ, അവിടേക്ക് പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കാം, ഒരുപാട് പേപ്പർ വർക്ക് ചെയ്യാനുണ്ട്. അള്ളാഹു, നീ അത് ശരിയാക്കി തരയണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. വഅസ്ലിഹ് ലനാ ആഖിറതന അല്ലതി ഫീഹാ മആദുനാ വജ്അലിൽ ഹയാത സിയാദതൻ ലനാ ഫീ കുല്ലി ഖൈർ. അള്ളാഹു, ജീവിതം ഓരോ സമയവും ഖൈർ ഞങ്ങൾക്കിങ്ങനെ വർദ്ധിപ്പിച്ച് തന്നുകൊണ്ടിരിക്കണമേ. വജ്അലിൽ മൗത റാഹതൻ ലനാ മിൻ കുല്ലി ശർ. നമ്മുടെ സുബൈർ ഹുദവി ചേകനൂർ ഉസ്താദ് അവറുകളോട് എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. സുബൈർ ഉസ്താദ് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇവിടെ ഇരിക്കുക. അൽഹംദുലില്ലാ. നമ്മുടെ
ഖുർത്തുബ എന്ന് കേട്ടില്ലേ? ബീഹാറിലെ കിഷൻഗഞ്ചിലെ വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. എൻ്റെ ജ്യേഷ്ഠ സുഹൃത്താണ്, ദാൽഹുദയിലെ ഞങ്ങളുടെ സീനിയർ ബാച്ചാണ് ബഹുമാനപ്പെട്ട സുബൈർ ഹുദവി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരു അവസാനം നമ്മുടെ പരിപാടിക്ക് നിർത്തിയതിൻ്റെ ഒരല്പം മുമ്പ് നിങ്ങളുമായി ഒന്ന് പരിചയപ്പെടാൻ ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ ഞാൻ ക്ഷണിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലിയ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ബീഹാറിലൊക്കെ പ്രവർത്തിക്കുക, അബുദാബിയിലും ദുബൈയിലും പ്രവർത്തിക്കണ പോലെയല്ല ബീഹാറിലും ആസാമിലും വെസ്റ്റ് ബംഗാളിലും പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ പറയാം അങ്ങനെ, ഉദവിയുടെ കൂട്ടത്തിൽ സ്വർഗത്തേക്ക് ആരെങ്കിലും ആദ്യം പോകുന്നുണ്ടെങ്കിൽ അത് ഈ നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നവർക്കേ കിട്ടുള്ളൂ എന്ന് പറയാം. അവരെ പോവുള്ളൂ ആദ്യം. കാരണം അത്രയും വലിയ കഷ്ടപ്പാടും ത്യാഗവും ചെയ്തുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നീ സ്വീകരിക്കണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا واجعل الحياة زيادة لنا في كل خير. അള്ളാഹു ജീവിതം ഓരോ നിമിഷവും ഖൈർ വർദ്ധിക്കാൻ കാരണമാക്കി തരണമേ. ഇപ്പോൾ ജീവിതം ഒരു ന്യൂട്രൽ ഇങ്ങനെ കടന്നു പോവുക, കുറേ കാലം ജീവിച്ചു അങ്ങനെ പോകുന്നു അല്ല, ഓരോ നിമിഷവും. ഇപ്പോൾ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇല്ലം അസ്ജദ് ഫീ യൗമി ഹാദാ ഖൈറൻ ഫലാ ബൂരിക ലീ ഫീ തുലൂഇ ഹാദിഹി ഷംസ്. ഇന്നത്തെ ദിവസം എനിക്ക് ഖൈർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ ഈ പ്രഭാതം കൊണ്ട് എനിക്കൊരു ബർക്കത്തുണ്ടായിട്ടില്ല. എന്നാൽ എൻ്റെ ഇന്നലെ പോലെയല്ല എൻ്റെ ഇന്ന് എൻ്റെ ഇന്നലെയേക്കാളും ബെറ്ററാണ് എന്ന് വരുത്താൻ കഴിയണമെന്നാണ്. അത് ഖൽബ് കൊണ്ടുള്ള ചിന്ത കൊണ്ടുവരാം, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം കൊണ്ടുവരാം, അഖീദ കൊണ്ടുവരാം. പക്ഷെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പരിശ്രമിക്കണം. ചിലപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് വരും. ഈ ഗ്രാഫ് പോലെയാണ്, അത് മേലും താഴെയൊക്കെ വന്നുകൊണ്ടിരിക്കും. എന്നാലും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും ഖൈർ വർദ്ധിക്കാൻ കാരണമാവണം. അള്ളാഹിനോട് ചോദിക്കുകയാണത്. വജഅലിൽ ഹയാത സിയാദതൻ ലനാ ഫീ കുല്ലി ഖൈർ വജഅലിൽ മൗത റാഹതൻ ലനാ മിൻ കുല്ലി ശർ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണം എല്ലാ ഷർറിൽ നിന്നും തടഞ്ഞു നിൽക്കുന്നതാക്കി തരണമേ പടച്ചവനെ. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, റബ്ബേ നീയാണ് മാനിയ, ഒരു അപകടത്തിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നവൻ, ഹലാക്കിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നവൻ അത് അള്ളാഹുവാണ്. പിന്നെ തടയുന്നവനാണെന്നതിന് പലതും അർത്ഥമുണ്ട്. അള്ളാഹു നൽകുന്നവനാണ്, അള്ളാഹു നൽകാതിരിക്കുന്നവനുമാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി ഇദാ ഫതഹല്ലാഹു ബസീറതക, അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉൾക്കാഴ്ചയെ അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരികയാണെങ്കിൽ റഅയ്തൽ മൻഅ ഐനൽ അതാ, ഈ അള്ളാഹു തന്നില്ല എന്നത് യഥാർത്ഥത്തിൽ അതുതന്നെയാണ് അള്ളാഹു നൽകിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇദാ ഫതഹല്ലാഹു ബസീറതക റഅയ്തൽ മൻഅ ഐനൽ അതാ. മൻഅ എന്ന് പറഞ്ഞാൽ തരാതിരിക്കാൻ. ആ തരാതിരിക്കലാണ് യഥാർത്ഥത്തിൽ അള്ളാഹു തന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കാഴ്ചങ്ങ് ഓപ്പണാക്കി തന്നാൽ. അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കാം, എനിക്ക് കിട്ടിയില്ലല്ലോ, എനിക്കൊന്നും തന്നില്ലല്ലോ, ഞാനെന്ത് ഇങ്ങനെ ആയിപ്പോയത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ദുന്യാവ് കൊണ്ട് ഒരിക്കലും തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തിയെ നമുക്ക് അളക്കാൻ പാടുള്ളതല്ല. ലൈസ അതാഇ ഇക്റാമൻ വലൈസ മൻഇ ഹിർമാന. അള്ളാഹു നൽകുന്നത്, ദുന്യാവിൽ അള്ളാഹു പൈസ നൽകുന്നു, അല്ലെങ്കിൽ സൗകര്യങ്ങൾ നൽകുന്നു. ഈ നൽകുന്നത് അള്ളാഹു ബഹുമാനിച്ചതല്ല. വല മൻഇ ഹിർമാന. ചില ആൾക്കാർക്ക് അള്ളാഹു കാശ് കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അവരെ മഹറൂമാക്കിയതാണോ അതിനർത്ഥം? ഒരിക്കലുമല്ല. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പറഞ്ഞ വിഷയമാണല്ലോ, വകാന ഇസ്സുൽ മർഇ മതാഉഹു. ഒരു മനുഷ്യൻ്റെ കമോഡിറ്റി, ഒരു മനുഷ്യൻ്റെ സാധനങ്ങൾ, ഒരു മനുഷ്യൻ്റെ വീട്, ഒരു മനുഷ്യൻ്റെ വാഹനം, ഒരു മനുഷ്യൻ്റെ സൗകര്യങ്ങൾ, ഇത് നോക്കിയിട്ടൊരു മനുഷ്യനെ ആദരിക്കുന്നൊരു കാലം വരും എന്ന് പറഞ്ഞത് അന്ത്യനാളിൻ്റെ ഒരു അപകടമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജ്റിൽ فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم
ولا تحاضون على طعام المسكين. ഖുർആൻ പറയാൻ മനുഷ്യരുടെ ചിന്താഗതിയെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, ഫഅമ്മൽ ഇൻസാൻ, മനുഷ്യൻ, ഇദാ മബ്തലാഹു റബ്ബുഹു, ഒരു മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുകയും, നിങ്ങൾ എന്താ പറഞ്ഞറിയോ, ഫഅക്രമഹു, അവന് ഭയങ്കര ബഹുമാനം അള്ളാഹു നേടിക്കൊടുത്തു. നാട്ടുകാരിൽ, വീട്ടുകാരുടെ, അവരുടെ കൂട്ടുകാരുടെ ഇടയിൽ, അവരുടെ പരിചയക്കാരുടെ ഇടയിൽ ഒക്കെ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. ഫഅക്രമഹു വനഅമഹു, ഒരുപാട് അനുഗ്രഹങ്ങൾ. 3-4 വണ്ടിയൊക്കെ വീടിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്ത് കിടക്കുകയാണ്. സൗകര്യങ്ങൾ ഇഷ്ടം പോലെയാണ്, പൈസക്കൊരു വിഷയമല്ല, ആരോഗ്യമുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഫയഖൂൽ, മനുഷ്യൻ പറയും, റബ്ബി അക്രമൻ, അള്ളാഹു അക്രമനി എന്നാണ്, അള്ളാഹു എന്നെ ബഹുമാനിച്ചിരിക്കുന്നു, അള്ളാഹ് എനിക്ക് ഭയങ്കര ആദരവ് തന്നിരിക്കുന്നു എന്ന് മനുഷ്യൻ പറയുന്നു. പക്ഷെ അള്ളാഹു ആദരിച്ചതല്ല അത്. അള്ളാഹു നമ്മൾ വിചാരിക്കും നമ്മുടെ വീട് ഭയങ്കര അള്ളാഹ് ഭയങ്കര ബഹുമാനിച്ച്, അള്ളാഹ് നമ്മളോട് സ്നേഹം ഉണ്ടായതുകൊണ്ട് തന്നതാണ്. നമ്മളെക്കാളും വലിയ ഒരു ടൗണിൻ്റെ അത്ര വലിപ്പമല്ല വീടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കാഫിറുകൾ, അള്ളാഹുവിനെ പറ്റി ഒരു വിശ്വാസമില്ലാത്ത മനുഷ്യന്മാർ. ഒരു നാട് മൊത്തം ഒരു വീടായിരിക്കും, ഒരു വില്ലേജ് മുഴുവൻ വലിയ കാടൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിരിക്കും അവരുടെ വീട്. നമ്മളെ 5 സെൻറ്റ് 10 സെൻറ്റ് ഭൂമിൻ്റെ വീടിനെ പറ്റി ആലോചിക്കുമ്പോഴേ അള്ളാഹുവിനെ പറ്റി ഒരു ബോധമില്ലാത്ത മനുഷ്യന്മാർ അൾട്ടിമേറ്റ് ലക്ഷറി ലോകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയുക? ഞാൻ നൽകുന്നത്, ദുന്യാവ് നൽകുന്നത്, ഭൗതിക സൗകര്യങ്ങൾ നൽകുന്നത്, ലൈസ അത്വാഇ ഇക്റാമ, അത് ഞാൻ ബഹുമാനിക്കലല്ല. അങ്ങനെയാണ് ഇപ്പോൾ അള്ളാഹു അവിശ്വാസികളെ ബഹുമാനിക്കാൻ പറ്റില്ലല്ലോ. വഅമ്മാ ഇദാ മബ്തലാഹ്, നേരെ മറിച്ച് അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കുകയും ഫഖദറ അലൈഹി റിസ്ഖഹു, മനുഷ്യൻ്റെ റിസ്ഖ് അള്ളാഹു ചുരുക്കി കളയുകയും ചെയ്താൽ, ചുരുക്കി കളഞ്ഞു, സാലറി ഇത്രയായിരുന്നു, അത് കുറച്ച് പകുതിയാക്കി ചുരുക്കി, കുറേ അലവൻസുകൾ എടുത്തു കളഞ്ഞു. അപ്പോൾ കുറച്ച് ജീവിതം കുറച്ച് പ്രയാസത്തിലായിപ്പോയി, അല്ലെ ജോലി നഷ്ടപ്പെട്ടു, ഇനി ജോലി കിട്ടുമോ ഇല്ലേ, ഭയങ്കര ടെൻഷനായി. അങ്ങനെ മനുഷ്യൻ്റെ റിസ്ഖിൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗണ്യമായി കുറച്ചു കളഞ്ഞാൽ ഫയഖൂൽ, ചില ആളുകൾ പറയും, റബ്ബി അഹാനൻ, അള്ളാഹ് ഹാസ് ഇൻസൾട്ടഡ് മീ, അള്ളാഹു എന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറയുന്നു. അഹാനൻ, അള്ളാഹ് എന്നെ കണ്ട് വല്ലാണ്ട് നാണം കെടുത്തി കളഞ്ഞു, എന്താ ചെയ്യാൻ? അല്ല, എത്രയോ മുതലാളിമാർ ദീനിന് വേണ്ടി വാരിക്കോരി കൊടുത്ത് അവസാനം ഒന്നുമില്ലാതെ മരിച്ചു പോകുന്നുണ്ട്. അത് ഇക്റാമാണ്, അള്ളാഹു നൽകുന്ന ആദരവാണത്. പൈസ കൊണ്ടല്ല അള്ളാഹു താല ആദരിക്കുന്നത്. പടച്ച തമ്പുരാൻ പറയാണ്, ഈ ഞാൻ നൽകിയതോ ഞാൻ നൽകാതിരിക്കുന്നതോ ഇത് രണ്ടും എൻ്റെ പരീക്ഷണമാണ്. കാരണം ആയത്ത് തുടങ്ങുന്നത് ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തല, അള്ളാഹു പരീക്ഷിക്കുകയും ഫഅക്രമഹു വനഅമ, നിഅമത്ത് കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്ന മുമ്പ് പരീക്ഷിച്ചു എന്ന വാക്ക് അള്ളാഹു ഉപയോഗിക്കുന്നു. വഅമ്മ ഇദാ മബ്തല ഫഖദറ അലൈഹി റിസ്ഖ, ഭക്ഷണമോ റിസ്ഖോ സൗകര്യങ്ങളോ സമ്പാദ്യമോ അള്ളാഹു കുറച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞിടത്തും അള്ളാഹു ഇബ്തല, പടച്ചോൻ പരീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നു. രണ്ടും പരീക്ഷണമാണ്. നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കൽ മാത്രമാണ് ഇവിടെ ലക്ഷ്യം. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തെ ഖാറൂൻ എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തെ ഖാറൂൻ എന്ന മനുഷ്യൻ, ഹാറൂൻ നബിയാണ് അലൈഹിസ്സലാം, ഹാറൂൻ നബിയാണ്. ഖാറൂൻ ദുഷ്ടനായ ഒരു സമ്പന്നനായിരുന്നു. 2 ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന് ഹാബീലും ഖാബീലും. അതിൽ ഹാബീൽ നല്ല മനുഷ്യനാണ്, ഖാബീൽ മോശക്കാരനാണ്. ഹാറൂനും ഖാറൂനും, ഹാറൂൻ അലൈഹിസ്സലാം, ആ ഹാ കൊണ്ട് തുടങ്ങുന്ന 2 ആൾ നല്ല മനുഷ്യന്മാരാണ്. ഒന്ന് നബിയാണ്, ഒന്ന് നല്ല ഒരു സ്വാലിഹായ അബ്ദാണ്. ഖാറൂനും മോശക്കാരനാണ്, ഖാബീലും മോശക്കാരനാണ്. ഖാബീലു ഖാത്തിലുൻ വഹാബീലു ഹാലിക്കുൻ, അങ്ങനെ പറയാം. ഖാബീൽ കൊല ചെയ്ത ആളാണ്, ഹാബീൽ അങ്ങനെ മരിച്ച ആളാണ്. ഓക്കെ. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ, മൂസ നബിയുടെ സമൂഹത്തിൽപ്പെട്ട ആളായിരുന്നു അയാൾ. അള്ളാഹിനോട് ദ്വാരക്കാൻ വേണ്ടി പറയാം, മൂസ നബിയെ ഒന്ന് ദ്വാരക്കണേ, പൈസ ഇല്ല. മൂസാ നബി പറഞ്ഞു, വേണോ? ഒന്ന് ദ്വാരക്കി മൂസ നബി, നിങ്ങൾ ദ്വാര കൊണ്ടെങ്ങാനും രക്ഷപ്പെട്ടാലോ. മൂസാ നബി ഇസ്ലാം ദ്വാ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒരുപാട് പൈസ ഉണ്ടായി. അങ്ങനെ മുമ്പ് സക്കാത്ത് പോലും കൊടുക്കാൻ കൂട്ടാക്കിയില്ല. മിൻ ഇൽമിൻ ഇൻദി ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഞാൻ എൻ്റെ അറിവ് കൊണ്ട് എൻ്റെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ സമ്പത്ത് എന്നയാൾ വിളിച്ചു പറഞ്ഞു.
ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസ്. ഒരുപാട് സമ്പാദ്യങ്ങൾ കൊടുത്തു ഖാറൂനിന്. എത്രയെന്നാ കൊടുത്തെന്നറിയോ? അല്ലാഹു തആല അതിൻ്റെ വോള്യം പറഞ്ഞില്ല, ഖസാനകളുടെ താക്കോല് മാത്രം പറഞ്ഞു. ഇതൊക്കെ സൂക്ഷിക്കാൻ ഖസാനകൾ വേണ്ടേ? മാ ഇന്ന മഫാതിഹ, അയാളുടെ ഖസാനകളുടെ താക്കോല് മാത്രം ലതനൂഉ ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ്വ, നല്ല ശക്തിയുള്ള ഒട്ടക സംഘത്തിന് പോലും വഹിക്കാൻ പ്രയാസമാണ്. അത്രക്ക് താക്കോല് തന്നെ ഉണ്ട്. പിന്നെ ഖസാന എത്രയായിരിക്കും? പക്ഷെ അല്ലാഹു തആല പറയാണ് ഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്, അയാളെയും അയാളുടെ വീടും ഒരുമിച്ച് അല്ലാഹു ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു എന്നാണ്. ഖൈറോവിൽ നിന്ന് ഈജിപ്തിൽ ഒരു 100 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഫയ്യൂം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ജലാശയമാണ്. അവിടെയാണ് ഇയാളെയും അയാളുടെ തോട്ടവും പറമ്പും എല്ലാം അടങ്ങിയിരുന്ന ഒരു വലിയൊരു പ്രദേശം, ഖാറൂനിൻ്റെ പ്രദേശം. ആ വെള്ളത്തിനടിയിലാണെന്ന്, കീഴ്മയിൽ മറിച്ചിടപ്പെട്ടൊരു പ്രദേശമാണ്. നമ്മൾ ചെന്നാൽ കാണാൻ പറ്റും. ഫയ്യൂം എന്ന് അങ്ങോട്ട് പറയാം. ഈജിപ്തുകാരനാണ്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം കഅബാലയത്തിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് ദ്വാരുന്നൊരു മനോഹരമായ ദുആയുണ്ട്. മക്കക്കാർക്ക് വേണ്ടി ദുആ ചെയ്തു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്ത് അടിസ്ഥാന ഭക്ഷണം വേണമെന്നുമല്ല പറഞ്ഞത്, അവർക്ക് വർസുഖുഹും മിനസ് സമറാത്ത്, അല്ലാഹുവേ ഫ്രൂട്ട്സൊക്കെ കൊടുക്കണം കേട്ടോ ഈ നാട്ടുകാർക്ക്. റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിന മുത്മഇന്ന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, അല്ലാഹുവേ ഈ നാടിനെ സുരക്ഷിതമാക്കണം എന്ന് ദുആ ചെയ്തിട്ട് ഇബ്രാഹിം നബി ദുആ ചെയ്ത് ഗോതമ്പും അരിയും കൊടുക്കണേന്നല്ല, അത് ബേസിക് ഭക്ഷണമാണ്. വർസുഖുഹും മിനസ് സമറാത്ത്, ഫ്രൂട്ട്സ് ഇവിടെ എത്തിച്ചു കൊടുക്കണം പടച്ചോനെ. എങ്ങനെ എത്താനാണ്? മക്കയിലെ ആ ഒരു അരിഡ് ക്ലൈമറ്റിൽ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടാവാനാണ്? ഈത്തപ്പഴം അല്ലാണ്ട് എന്തുണ്ടാവാനാണ് അവിടെ? പക്ഷേ വർസുഖുഹും മിനസ് സമറാത്ത്, സമറാത്ത് കൊണ്ടുവരണേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവെ നിന്നിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആൾക്കാർക്ക് മാത്രം കൊടുത്താൽ മതി കേട്ടോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞപ്പോൾ ഖാല, അള്ളാഹുവിൻ്റെ മറുപടി വമൻ കഫറ, എന്നെ വിശ്വസിച്ച ആൾക്കാർക്ക് മാത്രമല്ല, വമൻ കഫറ, ആ കൂട്ടത്തിൽ എന്നിൽ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് ഞാൻ കൊടുക്കും ഇബ്രാഹിം നബിയെ. ഫഉമത്തിഉഹു ഖലീല, ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഇത്ര കാലല്ലേ ഉള്ളൂ, ആ കുറഞ്ഞ കാലഘട്ടമല്ലേ, അത് ഞാൻ കുറച്ച് സമയമല്ലേ, ഞാൻ അവർക്കും കൊടുക്കും. സുമ്മ ഔത്തറുഹു ഇല അദാബിന്നാർ, അത് കഴിഞ്ഞ് നരകത്തിൻ്റെ കഠോരമായ ശിക്ഷയിലേക്ക് ഞാൻ അവരെ തള്ളിവിടും. വബിഇസൽ മസീർ, ദൈവനിഷേധികൾക്ക് ദുന്യാവിൽ അല്ലാഹു അവർക്കും ഫ്രൂട്ട്സ് കൊടുക്കും തന്നെ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ ദീനിൻ്റെ വിഷയത്തിൽ കുറച്ച് കണിശത കാണിച്ചൊരു കൗതുകരമായ സംഭവം ഉണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിഥികളെ മുഹിബ്ബുദ്ദീഫാൻ എന്നറിയപ്പെടുക, അതിഥികളെ സ്വീകരിച്ചിരുന്ന ആളാണ്. അങ്ങനെ ഒരിക്കൽ അതിഥിയായി കടന്നു വന്ന ആ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുമല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഒരാൾ അതിഥി വന്നാൽ ആ അതിഥിയെ കൂടെ ഇരുത്തിയിട്ടേ ഭക്ഷണം കഴിക്കൂ. തക്കിയ ഇബ്രാഹിം എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പേരിൽ ഇന്ന് ഫലസ്തീനിൽ അവിടെ ഹിബ്രോണിൽ ഒരു ഭക്ഷണശാല ഉണ്ട്. ഏതു നേരം ആർക്കും പോയിട്ട് ഭക്ഷണം കഴിക്കുക. അവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക്, വീട്ടുകാർക്ക്, ആണുങ്ങളും പെണ്ണുങ്ങളും 24 hour അത് അടച്ചിടില്ല. തക്കിയ ഇബ്രാഹിം എന്ന് പറയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദാനം നിലനിർത്താൻ വേണ്ടി അവർ ഇന്നും കൊണ്ടു നടക്കുന്ന ഒരു ആചാരമാണത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിഥികളാരെങ്കിലും കിട്ടുമെന്ന് പറയും. ചില അടിമകളോടൊക്കെ പറയും, ഇന്നൊരു പുതിയ അതിഥിയെ കൊണ്ടുവന്നാൽ നീ ഫ്രീ ആണ്, നിനക്ക് സ്വാതന്ത്ര്യം തരുമെന്ന് പറയും. അപ്പോൾ ഇവരൊക്കെ ഓടും, ആരെങ്കിലും പിടിച്ച് കൊണ്ടുവരും. അങ്ങനെ ഒരിക്കൽ കൊണ്ടുവന്നു ഭക്ഷണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളമ്പി കൊടുത്തു. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ പേരെന്ന് ചോദിച്ചു. ആ പേരൊക്കെ പറഞ്ഞു. അൻത മുഅ്മിനു ബില്ലാഹ്, അള്ളാഹുൽ വിശ്വസിക്കുന്ന ആളാണോ? ഇല്ല ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ എണീക്കെന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ സങ്കടപ്പെട്ട് നടന്നുപോയി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അള്ളാഹുൽ വിശ്വസിക്കാതെ എനിക്ക് ഞാനെങ്ങനെ ഭക്ഷണം തരാം? ഫൗഹ അല്ലാഹു ഇലാ ഇബ്രാഹിം അലൈഹിസ്സലാം, അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് വഹി കൊടുത്തു. ഇബ്രാഹിം നബിയെ, ആ മനുഷ്യന് 70 കൊല്ലമായിട്ട് ഞാൻ 70 വയസ്സായ മനുഷ്യനാണേ, 70 കൊല്ലമായി ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു നേരം കൊടുക്കാൻ പറ്റിയില്ലല്ലേ എന്ന് ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നാലെ ഓടിച്ചെന്ന് ആ മനുഷ്യൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആച്ചബനി റബ്ബി ഫീഖ്, നിങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു എന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ പറഞ്ഞു, നിങ്ങൾ വന്നിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അയാൾക്ക് ഭക്ഷണം കൊടുത്തു. അതിൻ്റെ പേരിൽ ആ മനുഷ്യൻ ഈമാൻ സ്വീകരിച്ചു. ഇങ്ങനത്തെ റബ്ബാണോ നിങ്ങൾ വിശ്വസിക്കുന്ന റബ്ബ്? സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാം മക്കക്കാർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പറയാണ്, പടച്ചവനെ വർസുഖുഹും മിനസ് സമറാത്ത്, ഫ്രൂട്ട്സ് കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്? അത് ലക്ഷറി അല്ലേ, അത് എല്ലാവർക്കും കൊടുക്കണ്ട കേട്ടോ. മൻ ആമന
മിൻഹും ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, നിന്നിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ആൾക്കാർക്ക് മാത്രം കൊടുത്താൽ മതിട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഖാല, അള്ളാഹു ഇടപെട്ടു, വമൻ കഫറ, അങ്ങനെ പറയരുത്, ഫ്രൂട്ട്സൊക്കെ തിന്നണ എത്ര ദൈവനിഷേധികളും എത്ര സ്വതന്ത്രവാദികളും ലോകത്തുണ്ട്. വമൻ, അവർക്കും ഞാൻ കൊടുക്കും ഇബ്രാഹിം നബിയെ, ഫ്രൂട്ട്സ് ഞാൻ എത്തിച്ചു തരാം, പക്ഷെ അത് ഇന്ന വിശ്വാസികൾക്ക് മാത്രമെന്ന് പറയണ്ട, അത് ഞാൻ എല്ലാവർക്കും കൊടുക്കും. ഖലീല ഫഉമത്തിഉഹു ഖലീല, അത് കുറച്ച് നേരത്തേക്കല്ലേ, സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾക്കത് കിട്ടും, സ്വർഗത്തിൽ അവർക്ക് ഇല്ലല്ലോ, സ്വർഗമില്ലല്ലോ അവർക്ക്. തുമ്മ അദ്തറുഹു ഇല അദാബിന്നാർ. അതുകൊണ്ടാണ് ഈ അദ്ദുന്യ അർളുൻ ഹാദിറുൻ യഅകുലു മിൻഹുൽ ബർറു വൽ ഫാജിർ. ദുന്യാവ് എന്ന് പറഞ്ഞത് അർളുൻ ഹാദിർ, എല്ലാവർക്കും കിട്ടുന്ന സാധനമാണ്. യഅകുലു മിൻഹു അൽ ബർറു വൽ ഫാജിർ, നല്ലവരും ചീത്തവരൊക്കെ വാരിത്തുന്ന സാധനമാണ് ദുന്യാവ്. പൈസ ഉണ്ടാക്കുക, കാശുണ്ടാക്കുക, ബിസിനസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് മുഅ്മിനും മുഅ്മിനല്ലാത്തവരൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ തെരഞ്ഞെടുത്തതിൻ്റെ അടയാളം ഇതൊന്നുമല്ല, അത് അള്ളാഹു തെറ്റുകളിലേക്ക് പോകാതെ നമുക്ക് നൽകുന്ന സംരക്ഷണമാണ്. അള്ളാഹുവിൻ്റെ മൂജിബാത്തു റഹ്മത്തി, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാൻ കാരണമാകുന്ന വിഷയങ്ങളിലേക്ക് അള്ളാഹു നമ്മൾ എത്തിച്ചു തരുന്നുണ്ടോ? വഅസാഇമ മഗ്ഫിറത്തി, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ കാരണമാകുന്ന അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നുണ്ടോ? ഇത് അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ അടയാളമാണ്. അല്ല കീശയിൽ പൈസ ഉണ്ടോ, അക്കൗണ്ടിൽ പൈസ കിട്ടിയിട്ടുണ്ട്, ഇതൊന്നും വിഷയമല്ല. അതൊന്നും അള്ളാഹു തൃപ്തിപ്പെട്ടതിൻ്റെ അടയാളമല്ല, അള്ളാഹ് ദേഷ്യപ്പെട്ടതിൻ്റെയും അടയാളമല്ല. അതൊരു പരീക്ഷണമാണ്, അതൊരു പരീക്ഷണമാണ്. യഅകുലു മിൻഹു അൽ ബർറു വൽ ഫാജിർ. യാ അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ മാനിഅ എന്ന സിഫത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നമുക്ക് അള്ളാഹുവിൻ്റെ ഹിമായത്തും റബ്ബിൻ്റെ സംരക്ഷണവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു മാനിഅൻ അൽ മാനിഅ ഹുവല്ലദീ യറുദ്ദു അസ്ബാബൽ ഹലാകി വൻ നുഖ്സാൻ ഫിൽ അദ്യാനി വൽ അബ്ദാൻ ബിമാ ഖലഖ മിനൽ അസ്ബാബി അൽ മുഇദ്ദത്തി ലിൽ ഹിഫ്ദ്. നമ്മുടെ ദീനിലും നമ്മുടെ ശരീരത്തിലും സംഭവിച്ചേക്കാൻ ഇടയായേക്കാവുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്നവനായ അള്ളാഹു, അതാണ് മാനിഅ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. പെട്ടെന്ന് തടഞ്ഞു നിർത്തുന്നവൻ, തടയുന്നവൻ എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് മീനിങ് മാത്രമാണ് എന്ന് തോന്നിപ്പോകും. സത്യത്തിൽ അതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഇസ്മിനെ സംബന്ധിച്ചുള്ള ഫഹ്മ്, മഅരിഫത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാറ്റിനും അസ്ബാബുകൾ വെച്ചിട്ടുണ്ട്. അസ്ബാബിലേക്ക് എത്തിപ്പെടാതെ ഇപ്പോൾ രോഗത്തിന് ശിഫ വരണ പഠിച്ചോനെ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം അള്ളാഹു നൽകുന്നത് ഈ രോഗി ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് എത്തലാണ്. പഠിച്ചോൻ്റെ കുട്ടിക്ക് ശിഫ കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ ചോദ്യത്തിന് ഒരു ഉത്തരം ഒരു നല്ല വൈദ്യരെടുത്ത്, നല്ല ഡോക്ടറെടുത്ത്, ഒരു നല്ല ഫിസിഷ്യൻ്റെ അടുത്ത് നമ്മുടെ കുഞ്ഞ് എത്തുക എന്നത് ആ ദുആഇൻ്റെ ഒരു ഉത്തരമാണ്. അള്ളാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. അള്ളാഹു അസ്ബാബുകളെ കൊണ്ടൊക്കെ വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബൻ ഫഅത്ബഅ സബബ, അള്ളാഹു സബബ് കൊണ്ട് കാര്യങ്ങൾ ചെയ്യും. മഹാനായ ദുൽഖർനൈൻ റളിയല്ലാഹു തആല അലൈഹി വറഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിൻ്റെയും അസ്ബാബുകൾ നൽകി. വിജയത്തിൻ്റെ അസ്ബാബുകൾ, പട്ടാളക്കാരെ വിന്യസിക്കാനുള്ള അസ്ബാബുകൾ, രാജ്യങ്ങൾ സഞ്ചരിക്കാനുള്ള അസ്ബാബുകൾ, അതിൻ്റെ കാരണങ്ങളും സംവിധാനങ്ങളും അള്ളാഹു നൽകി. അസ്ബാബ് എന്ന് പറഞ്ഞാൽ സംവിധാനങ്ങൾ. എന്നാൽ അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅ, ഒരു സബബുമില്ലാതെ കുടുങ്ങിക്കഴിഞ്ഞ മനുഷ്യന്മാർ, അവർക്കാണ് മുദ്തർ എന്ന് പറയാം. അവരെ ഒരു സബബുമില്ലാതെ സഹായിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കഴിയുന്നവനാണ്. ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റാഹിമീൻ. അള്ളാഹുവാണ് ഏറ്റവും വലിയ സംരക്ഷകൻ, അള്ളാഹു ഏറ്റവും വലിയ റഹ്മാനാണ് എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്ക് നമ്മൾ ചേർത്ത് വായിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹിഫ്ള്, റബ്ബിൻ്റെ സംരക്ഷണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സമയം ഒരല്പം വൈൻഡപ്പ് ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സുബൈർ ഉസ്താദ് രണ്ട് വാക്ക് നിങ്ങളോട് പറയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ചേർത്ത് വായിക്കാൻ, ലികുല്ലി ഷൈഇൻ ഹഖീഖ വമാ ബലഗ അബ്ദുൻ ഹഖീഖത്തൽ ഈമാൻ ഹത്താ യഅലം അന്നമാ അസ്വാബഹു ലം യകുൻ ലിയുഖ്തിഅഹു വമാ അഖ്തഅഹു ലം യകുൻ ലിയുസീബഹു. ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാ, ലികുല്ലി ഷൈഇൻ ഹഖീഖ, എല്ലാ കാര്യങ്ങളുടെയും ഒരടിസ്ഥാനമുണ്ട്, എല്ലാ വിഷയങ്ങൾക്കും ഒരടിസ്ഥാന തത്വമുണ്ട്. വമാ ബലഗ അബ്ദുൻ ഹഖീഖത്തൽ ഈമാൻ, ഒരു മനുഷ്യന് ഈമാനുണ്ടോ ഇല്ലയോ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താ, അതിൻ്റെ ഹഖീഖത്ത് എന്താണ്, ഹഖീഖത്തുൽ ഈമാൻ എന്താണ്? ഹഖീഖത്തുൽ ഈമാൻ, ഈമാനിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹത്താ യഅലം അന്നമാ അസ്വാബഹു ലം യകുൻ ലിയുഖ്തിഅഹു, നമുക്ക് സംഭവിച്ചത്
നമുക്ക് സംഭവിക്കാനുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കലാണ്. അത് നമുക്ക് സംഭവിക്കാതിരിക്കേണ്ടതായിരുന്നില്ല. നമുക്കൊരു അപകടം സംഭവിച്ചു. അപ്പം നമ്മൾ പറയാണ്, ഞാനത് ആ വഴിക്ക് പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് സംഭവിക്കില്ലല്ലോ, ഞാൻ ആ ഒരു സമയത്ത് ഇറങ്ങിയത് കൊണ്ടല്ലേ സംഭവിച്ചത് എന്നൊന്നും പറയരുത്. നമുക്ക് സംഭവിച്ചത് അത് നമുക്ക് കുടുംബത്തിലാവാം, വിവാഹ ജീവിതത്തിലാവാം, സൗഹൃദങ്ങളിലാവാം, നമ്മുടെ വീട്ടിലാവാം, മാതാപിതാക്കളിലാവാം, നമ്മുടെ ജോലിയിലാവാം, സൗഹൃദ ബന്ധങ്ങളിലാവാം, നമുക്ക് സംഭവിച്ച നഷ്ടങ്ങളാവാം, ഒരുപാട് അസുഖങ്ങളാവാം. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ലം യകുൽ യുഖ്തിഅ, അതൊരിക്കലും നമുക്ക് പിഴച്ചു പോകാനുള്ളതായിരുന്നില്ല. വമാ അഖ്തഅഹു ലം യകുൽ യുസീബ, നമുക്ക് സംഭവിക്കാതെ തട്ടിത്തെറിച്ചു പോയത് അത് നമുക്ക് സംഭവിക്കാനുള്ളതായിരുന്നില്ല എന്ന് ബോധ്യപ്പെടുമ്പോഴേ ഈമാനിന്റെ ഹഖീഖത്ത് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര സംഭവമാണത്. നമുക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാനുള്ളതായിരുന്നു, നമുക്ക് സംഭവിക്കാതെ പോയത് അള്ളാഹു നമുക്ക് കണക്കാക്കിയിട്ടില്ല. ഇത് ഖൽബ് കൊണ്ട് ബോധ്യപ്പെടുന്നിടത്താണ് നമ്മുടെ ഈമാന്റെ ഹഖീഖത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈമാന്റെ ഹഖീഖത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ രക്ഷപ്പെടുക? ഈമാൻ അടിസ്ഥാനമാണ്. ഇപ്പം നിസ്കാരത്തിലൊക്കെ നിസ്കാരത്തിന് നിയ്യത്ത് അടിസ്ഥാനമാണ്, ഖുശൂ അടിസ്ഥാനമാണ്. ഒരു ആദ്യത്തെ അത്തഹിയ്യാത്ത് മറന്നു, സഹ്വിൻ്റെ സുജൂദ് ചെയ്യാം, ഒരു ഏറെയോ കുറവോ ചെയ്തു, പരിഹരിക്കാൻ വകുപ്പുണ്ട് നിസ്കാരത്തിൽ. നേരെ മറിച്ച് നിയ്യത്ത് മറന്നുപോയി, പരിഹരിക്കാൻ വകുപ്പുണ്ടോ? രണ്ടാമത് നിസ്കരിക്കണം. നമ്മുടെ കർമ്മങ്ങൾക്ക് പരിഹാരമുണ്ട്, പക്ഷെ അഖീദക്ക് പരിഹാരമില്ല. അത് തിരുത്തുക തന്നെ വേണം, പരിഹരിക്കുക തന്നെ വേണം. ബാക്കിയൊക്കെ ജബ്റ് ചെയ്യും, പരിഹരിച്ചു പോകും. പക്ഷെ നമ്മുടെ ഖുശൂ, നിസ്കാരത്തിലെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം, അതിപ്പോൾ രണ്ട് സുജൂദ് സഹ്വിന് സുജൂദ് ശരിയാവോ? ഇല്ല. മഹാന്മാർ പറയും, ഒരു മനുഷ്യൻ അവനവൻ്റെ നിസ്കാരത്തിന് അള്ളാഹ് കൂലി തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹുവിനെ പറ്റി ഓർക്കാതെ നിസ്കരിച്ചുക. ഷർത്തും ഫർളൊക്കെ ക്ലിയറാണ്. ഖിബ്ലാക്ക് മുന്നിട്ട് ഒന്ന് അനക്കോ ഒന്നുമില്ലാതെ വളരെ റാഹത്തിൽ കാഴ്ചയിൽ ഖുശൂവിൽ നിസ്കരിച്ചതാ. പക്ഷേ അള്ളാഹിനെ പറ്റി ലെവലേശം ഓർത്തിട്ടില്ലെങ്കിൽ സലാം വീട്ടിൽ വേഗം മടക്കി നിസ്കരിച്ചേക്കെന്നാ പറയാം. എന്തേ? ഇതിലൊന്നും കിട്ടാനില്ലല്ലോ, ഉള്ളു പൊള്ളയാണ്. നിസ്കരിച്ചോ ചോദിച്ചാൽ നിസ്കരിച്ചു എന്ന് പറയും. കൂലി ഉണ്ടോ? കൂലിയൊന്നും ഉണ്ടാവില്ല. ലൈസ ലിൽ മർഇ മിൻ സ്വലാത്തിഹി ഇല്ലാ മാ അഖല മിൻഹാ. അതുകൊണ്ട് നമ്മുടെ അഖീദയും ഹഖീഖത്തുൽ ഈമാനും ഇത് ശരിയാക്കൽ നിർബന്ധമാണ്. അല്ലാഹു മാനിആണ് എന്ന ഇസ്മ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഇസ്മിനോട് നമ്മൾ കാണിക്കുന്ന അദബ് നമ്മുടെ പൂർണ്ണമായ തവക്കുൽ അള്ളാഹുലേക്ക്. നമ്മുടെ വിഷയം എങ്ങനെയാണ്? പടച്ചവനെ തവക്കുലാക്കുക. മനുഷ്യന്മാരെയോ സോഷ്യൽ മീഡിയയോ ഇതൊന്നും നമുക്ക് വിഷയമല്ല, കാര്യമല്ല. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിനെയാണ്. ഖുലൂബുൽ ഇബാദ് ബൈന ഇസ്ബഅൈനി മിൻ അസ്വാബിഇർ റഹ്മാൻ. കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ കരുണയുടെ വിരലുകൾക്കിടയിലാണ് മനുഷ്യരുടെ ഹൃദയങ്ങളെ അള്ളാഹു നിയന്ത്രിക്കുന്നത്. രണ്ട് വിരലുകൊണ്ട് മറിച്ചിടുന്ന പോലെയാണെന്ന്. യഖ്ലിബുഹാ കൈഫ യശാ. മനുഷ്യരുടെ ഹൃദയങ്ങളെ അള്ളാഹുവാണ് കൺട്രോൾ ചെയ്യണത്, നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ജനങ്ങളുടെ സന്തോഷം വേണോ, ആ ഒരുത്തനെ സന്തോഷിപ്പിക്കുക, അതേ ഇതിന് പരിഹാരമുള്ളൂ. അള്ളാഹു മാനിആൻ, ഒരാൾക്കും എൻ്റെ റിസ്ക് തടഞ്ഞു വെക്കാൻ പറ്റില്ല. അള്ളാഹു എങ്ങാനും തടഞ്ഞു വെച്ചാലോ ആർക്കും തന്നെ അത് റിലീസ് ചെയ്യാനും പറ്റൂല. പരിപൂർണമായ ഹഖീഖത്തു തവക്കുൽ മാനി എന്ന ഇസ്മിനെ മനസ്സിലാക്കുന്നിടത്ത് വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ബറാഅത്ത് രാവ് ശനിയാഴ്ച രാത്രിയിലാണ്. ഞായറാഴ്ചയായിരിക്കും ബറാഅത്തിൻ്റെ നോമ്പ് ഇൻഷാ അല്ലാഹ്. നിസ്ഫു ഷഅബാനിൻ്റെ പകുതിയാണ്. അള്ളാഹു ഒരു വർഷത്തേക്ക് മനുഷ്യരുടെ തഖ്ദീറുകൾ എഴുതി വെക്കാൻ മലക്കുകളോട് ആവശ്യപ്പെടുന്ന ദിവസമാണത്. മനുഷ്യൻ്റെ റിസ്ഖ്, മനുഷ്യൻ്റെ അമലുകൾ, എല്ലാ കാര്യങ്ങളും അള്ളാഹു രേഖപ്പെടുത്താൻ വേണ്ടി പറയും. ആ രേഖപ്പെടുത്തിയത് മലക്കുകൾക്ക്, ഓരോ മനുഷ്യരുടെയും മുവക്കലായ ആളുകൾക്ക് ഏൽപ്പിക്കപ്പെടുന്ന സമയമാണ് വിശുദ്ധമായ 27-ാം രാവിൻ്റെ ലൈലത്തുൽ ഖദറിൻ്റെ ദിവസം നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ഈമാനും അമലുസ്വാലിഹും റിസ്ഖും ഹുസ്നുൽ ആഖിബത്തും ഹുസ്നുൽ ഖാത്തിമത്തും ചോദിക്കേണ്ട ഒരു രാത്രിയാണ്, ഒരു രാവാണ് ബറാഅത്തിൻ്റെ രാവ്, ശനിയാഴ്ച രാത്രി. അതുകൊണ്ട് മഹാന്മാരൊക്കെ നിർദ്ദേശിച്ചത് 3 യാസീൻ നമ്മൾ ഓതുന്നു. ഒന്ന് റിസ്ഖിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടി, രണ്ടാമത്തെ ഒരു യാസീൻ നമ്മുടെ ആയുസ്സിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടി, മൂന്നാമത്തേത് ഹുസ്നുൽ ഖാത്തിമ, മരിച്ചു പോകുമ്പോൾ നല്ല നിലക്ക് ദുനിയാവിൽ മരിച്ചു പോവാൻ, ഈമാനോടുകൂടെ മരിച്ചു പോകാൻ വേണ്ടിയിട്ട്, ഈമാൻ സലാമത്താവാൻ വേണ്ടിയിട്ട്.
വിശുദ്ധമായ സൂറത്തു ദുഖാൻ നോദൽ പ്രത്യേകമായ പുണ്യമാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക ഇന്ന കുന്ന മുൻദിരീൻ. വളരെ പവിത്രമായൊരു രാത്രിയിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് പറയുന്നത് ലൈലത്തു നിസ്ഫി മിൻ ഷഅബാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് മുഫസ്സിരീങ്ങൾ അതിന് വ്യാഖ്യാനം കൊടുത്തത് കാണാൻ കഴിയും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച ബറാഅത്തിൻ്റെ നോമ്പനുഷ്ഠിക്കണം. അതിൻ്റെ തലേ രാത്രി ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാവ്, അതാ പറയുക, ശനിയാഴ്ച അസ്തമിച്ച രാത്രി, ആ രാത്രിയിൽ നമ്മൾ ഈ 3 യാസീനോദനം, ഖുർആൻ വർദ്ധിപ്പിക്കുക, കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം ഒരുമിച്ചിരുന്നിട്ട് ഈ അദ്കാറുകളും ദിക്റുകളും യാസീനും ഒക്കെ ഒരുമിച്ച് ഓതുക. ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാം, മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കട്ടെ, അള്ളാഹു ഖൈർ ചെയ്യട്ടെ, അള്ളാഹു സംരക്ഷണം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. റഹ്മാനായ കാരുണ്യവാനായ അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സ്, ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിച്ച് ദുആഇൽ ഉത്തരം നൽകണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളും ഞങ്ങളുടെ എല്ലാ കുറവുകളും പിഴവുകളും അല്ലാഹു നീ പരിഹരിക്കണേ, പുറത്തു തരണേ, മാപ്പ് തരണേ തമ്പുരാനെ. മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്തതികൾ, കുടുംബക്കാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളുമായി അടുത്തിടപഴകുന്നവർ, സഹായിച്ചവർ, സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ, ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, ലോകത്തെ സർവ്വ മുഅ്മിനീൻ മുഅ്മിനാത്തുകൾക്കും അല്ലാഹു നീ നിൻ്റെ പൊരുത്തം നൽകണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ ഹൃദയം നീ ശുദ്ധിയാക്കി തരണേ റബ്ബേ. ഹൃദയത്തിൻ്റെ മാലിന്യങ്ങളെ നീ നീക്കിത്തരണേ പടച്ചവനെ. ഈമാനും മഅരിഫത്തും യഖീനും അല്ലാഹുവെ തൽസ്ഥാനത്ത് നീ വർദ്ധിപ്പിച്ച് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ അസുഖങ്ങളെ അല്ലാഹു നീ മാറ്റിത്തരണമേ റബ്ബേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും സദസ്സിലിരിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാ രോഗികൾക്കും അല്ലാഹുവെ നീ ആജിലായ ശിഫ നൽകണേ റബ്ബേ. പരിപൂർണ്ണ സലാമത്ത് നൽകണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ ദീൻ ഞങ്ങളുടെ മുഖ്യ വിഷയമാണ് റബ്ബേ, അത് നിങ്ങൾക്ക് നന്നാക്കി തരണേ റബ്ബേ. ദുനിയാവ് ഞങ്ങളുടെ മഈശത്തിൻ്റെ ഇടമാണ്, നീ നന്നാക്കി തരണേ റബ്ബേ. ആഖിറം ഞങ്ങൾ മടങ്ങിച്ചെല്ലുന്ന ഇടമാണ്, അല്ലാഹു നീ നന്നാക്കി തരണേ റബ്ബേ. അർഹമുർ റഹീമേ, നീ മാനിആൻ തെറ്റുകളിലേക്ക് മുസീബത്തുകളിലേക്ക് പോകാതെ നിൻ്റെ ഹബാബുകളെ നീ തടഞ്ഞു നിർത്തുന്നവനാണ് അല്ലാഹുവേ. ആ നിലക്ക് ഞങ്ങൾക്ക് നീ പരിപൂർണമായി സംരക്ഷണം നൽകണേ റഹ്മാനെ. മിൻ ദൂനിഹി ഫഖീദൂനി സുമ്മ ലാ തുൻദിറൂൻ എന്ന് ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞ പോലെ ആത്മധൈര്യം അല്ലാഹു നീ ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ നാടിനെ നന്നാക്കി തരണേ റബ്ബേ, ഈ രാജ്യത്തെ നന്നാക്കി തരണേ റബ്ബേ. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അല്ലാഹുവേ ഖൈറിന് വേണ്ടി പ്രവർത്തിക്കാനും ഖൈറിനെ നിലനിർത്താനും എല്ലാവിധ ആയുരാരോഗ്യവും ആഫിയത്തും നൽകണേ തമ്പുരാനെ. ഈ നാടിൻ്റെ മുഅസ്സിസായ ഷെയ്ഖ് സായിദ് റഹ്മഹുല്ലാ അവരുടെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബേ. അതുപോലെ ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ച് മരിച്ചുപോയ ആളുകൾ അല്ലാഹു ഇവിടുത്തെ ശുഹദാ റഹ്മർ റഹീമേ റബ്ബേ. ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ, ഞങ്ങളുടെ നാടുകളിൽ മരിച്ചുപോയവർ, ജീവിച്ചിരിക്കുന്നവർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ അല്ലാഹു ഞങ്ങളെല്ലാവർക്കും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാനും നാളെ സ്വർഗ്ഗലോകത്ത് വെച്ച് അല്ലാഹു നിന്നെ കണ്ടുമുട്ടാനുമുള്ള ഭാഗ്യം നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ശഅബാനിൽ ബാക്കി നിൽക്കുന്ന ദിനരാവുകൾ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ പടച്ചവനെ. അല്ലാഹു വിശുദ്ധ റമളാനെ ഞങ്ങളിലേക്ക് എത്തിക്കണമേ തമ്പുരാനെ. ഈ റമളാൻ ഞങ്ങൾക്കൊരു മാറ്റത്തിൻ്റെ സമയമാക്കി തരണേ റബ്ബേ. ഈ ശഅബാൻ ഞങ്ങൾക്കതിന് ഒരുങ്ങാനുള്ള തൗഫീഖിൻ്റെ അവസരമാക്കി തരണേ പടച്ചവനെ. അല്ലാഹു നീ ഞങ്ങളെ കഴുകി ശുദ്ധിയാക്കി താ അല്ലാഹു ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിൻ്റെയും വിജയങ്ങൾക്ക് കാരണമായ എല്ലാ അസ്ബാബുകളും നൽകണമേ തമ്പുരാനെ. പരാജയത്തിന് നിമിത്തമായേക്കാവുന്ന എല്ലാവിധ അസ്ബാബുകളും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. نسألك اللهم موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. آمين 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 برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه وسلم. ശനിയാഴ്ച രാത്രി 8:30 മണിക്ക് ബറാഅത്ത് രാവിൻ്റെ മജ്ലിസ് ഇസ്ലാമിക് സെൻ്ററിൽ വെച്ച് നടക്കുന്നുണ്ട്. പറ്റുന്ന ആളുകളൊക്കെ അതിലേക്ക് സംബന്ധിക്കണം എന്നറിയിക്കാനും. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصلى على جميع الأنبياء والمرسلين. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.